IICയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ ഷിയാബ് സാറിനെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. IIC കൺവീനർ സരിത മാം, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ഷെമി മിസ്, അസീസ് സർ, മറ്റെല്ലാ സഹപ്രവർത്തകരെയും ഹാർദവമായി ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ്, മറ്റു പാർട്ടിസിപ്പൻസ് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Femina Miss. Now let me invite Sarida Miss, IIC convener and head of department physics, for the presidential address. Sarida ma'am. Thank you, Shemi Miss. Good morning, everyone. Respected principal, those persons of the day, my dear colleagues and dear students. എല്ലാവർക്കും നമസ്കാരം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു കൗൺസിലാണ്. ചില തെരഞ്ഞെടുക്കപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് മാത്രമായി ഒതുങ്ങിപ്പോകാതെ ഇന്നോവേഷനും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ അങ്ങനെയുള്ള പുതിയ ചിന്താഗതിയിൽ വളർന്നു വരാനും അതിന് തക്കതായ ഒരു എക്കോസിസ്റ്റം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അങ്ങനെ ഒരു കൾച്ചർ വളർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് പോളിസിയുടെ ഭാഗമായിട്ടുള്ള ഒരു സെല്ല് രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കോളേജിൽ അത് ഒരു ശൈശവ ഘട്ടത്തിലാണ് ഒരു കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇവിടെ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിലുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു വെബിനാർ നമ്മുടെ കലാലയത്തിൽ ഒരുപാട് കുട്ടികൾ സ്റ്റാർട്ടപ്പും അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള അവരുടെ കയ്യിലുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണുള്ളത്. ഇന്നും നമ്മൾ ഇന്നത്തെ തലമുറ, ഇന്നല്ല നാളേന്ന് മാത്രമല്ല ഇന്ന് തന്നെ ടീച്ചിങ് പ്രോസസ്സിൽ നിന്നും പുറത്തു കടന്ന ഒരു തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് തീർച്ചയായിട്ടും വളരെയധികം അനിവാര്യമായ ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് മുന്നിൽ ഈ ഒരു വിഷയം അതിന്റെ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള നാഷണൽ ലെവൽ ED ട്രെയിനർ ആയിട്ടുള്ള ശിവപ്രകാശ് സാർ വളരെ വളരെ ഭംഗിയായി അത് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പരിപാടികൾ നിരവധിയായി നമ്മുടെ ക്യാമ്പസുകൾ വീണ്ടും വീണ്ടും നടക്കുകയാണെങ്കിൽ മാത്രമാണ് കുട്ടികൾ അവരുടെ ആ ഒരു പുതിയ രീതിയിലുള്ള അവരുടെ ചിന്തകളും ആ ചിന്തകളെ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പായും അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭമായും ഒക്കെ വികസിപ്പിച്ചു കൊണ്ടുവരണം എന്നുള്ള ചെറിയൊരു ധാരണ കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ വളർന്നു വരുന്ന ഒരു ഓണ്ടർപ്രണേഴ്സ് ആയി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി വളരെ അർത്ഥവത്തായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിനും ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന പ്രിൻസിപ്പലിനും ബാക്കി എല്ലാവർക്കും ഈ ഒരു പരിപാടിയുടെ നടത്തിൽ വലിയ മുഖ്യമായൊരു പങ്കുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, Sarida Miss. Now let me invite our respected principal Shihab sir for the inaugural address. Sir, please. Okay, thank you, Shami. Kelkalo, am I audible? Yes, sir. Yes. Okay. Respected Chair, Mr. Sarida, Coordinator of IIC, and today's our Chief Guest, Shiva Prakash sir, HOD of Commerce Department, Professor Femina, Coordinator of this program, Shemi Miss, my colleagues, dearest students. നമ്മള് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു സാറ്റർഡേയില് വീട്ടില് മറ്റൊരുപാട് തിരക്കുകളും വർക്കുകളൊക്കെ ഉള്ളൊരു സമയത്ത് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മുടെ കുട്ടികളോടൊപ്പം ചെലവഴിച്ച് അവർക്ക് വേണ്ടി ഇന്നോവേറ്റീവായ ചില ഐഡിയകൾ കൈമാറി അവരെ ഓൺട്രപ്രണേഴ്സ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ പുതിയ പദ്ധതികളുടെ ഒരു പിതാക്കളാക്കാൻ അവരുടെ മനസ്സിലേക്ക് ഒരു ചിന്തകളെങ്കിലും പുതിയ ഇന്നോവേറ്റീവായ എന്തെങ്കിലും ഐഡിയകളെങ്കിലും ഇട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്.
ഒരുപാട് മറ്റ് തിരക്കുകളൊക്കെ നമുക്ക് ഈ ഇങ്ങനെയുള്ള അവധി ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ കുറച്ച് നേരത്തേക്കാണെങ്കിലും മാറ്റി വെച്ച് ഇതിനു വേണ്ടി ഇരിക്കുന്നു. അതിൽ ഞാൻ ഇതിന്റെ പിന്നിലുള്ള എല്ലാവരെയും വളരെ ഹൃദ്യമായി സന്തോഷത്തോടു കൂടി അഭിനന്ദിക്കുകയാണ്. അത് ഒരു വെറും വാക്ക് എന്നുള്ള നിലയിലല്ല, നേരെ മറിച്ച് ഡിപ്പാർട്ട്മെന്റ് ആയാലും അതുപോലെ അധ്യാപകരായാലും അതുപോലെ തന്നെ IIC ആണെങ്കിലും ഒക്കെ കേവലം സിലബസിലുള്ളത് മാത്രമല്ല കുട്ടികൾക്ക് നൽകേണ്ടത് എന്ന് തിരിച്ചറിയുന്നു എന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ശരിക്ക് നമ്മള് അധ്യാപകരെക്കാൾ പല കാര്യങ്ങളിലും വളർന്നു കഴിഞ്ഞ വിദ്യാർത്ഥി തലമുറയാണ് ഇന്നുള്ളത്. അത് ടെക്നോളജിയിലായാലും ഇന്നോവേറ്റീവ് ഐഡിയകളിലായാലും അങ്ങനെ പലതിലും. പക്ഷെ അതിന് അവർക്ക് വേണ്ടത്ര ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, ഒരു 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 പിന്നിൽ നിന്നുള്ള ഒരു പുഷ് അതങ്ങ് കിട്ടിയാൽ മതിയാകും, അവർ വളർന്ന് എവിടെയോ ഒക്കെ എത്തും. അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ടീച്ചേഴ്സിന് സ്റ്റാർട്ടപ്പുകളെ കുറിച്ചൊക്കെ ഒരു സെഷൻ സംഘടിപ്പിച്ചിരുന്നു. വളരെ നല്ല ഒരു സെഷൻ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ MES 55 വർഷമായി ഈ കോളേജ് സ്ഥാപിച്ച് നടത്തുന്നു. 55 വർഷം മുമ്പ് കേരളത്തിന്റെ എന്ന് മാത്രമല്ല നമ്മുടെ പാലക്കാട് ജില്ലയിലെയും മണ്ണാർക്കാട് പ്രദേശത്തെയൊക്കെ ഒരു വിദ്യാഭ്യാസ അവസ്ഥ പരിശോധിച്ചാൽ വളരെ ദരിദ്രമായിരുന്നു, പരിതാപകരമായിരുന്നു. MESന്റെ ആദ്യത്തെ സ്ഥാപനം കൂടിയാണ് നമ്മുടേത്. അപ്പൊ ഇത് കഴിഞ്ഞ് MES കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. മറ്റൊരുപാട് സംഘടനകൾ അതിനേക്കാൾ മുമ്പ് തുടങ്ങിയവരുണ്ട്, പിന്നെ തുടങ്ങിയവരുണ്ട്. ഏതായാലും ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ബൈജൂസ് ആപ്പിനെ കുറിച്ച്. ഈ ബൈജൂസ് ആപ്പ് ഫൗണ്ടർ CEO അല്ലെങ്കിൽ അതിന്റെ ഓണർ ബൈജു രവീന്ദ്രൻ, അദ്ദേഹം നമ്മുടെ MES കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഇപ്പോ ഏതാണ്ട് 30,000 കോടി രൂപ കഴിഞ്ഞു അതിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത്. ലോകത്തെ തന്നെ പ്രശസ്ത വൈറ്റ് ഹാറ്റ് ജൂനിയർ, അതുപോലെ തന്നെ ആകാശ്, ഇങ്ങനെ തുടങ്ങി പല കമ്പനികളെ അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതൊക്കെ ഏതെങ്കിലും ഒരു അധ്യാപകനിൽ നിന്നോ അതുപോലെ ഇതുപോലെ ഒരു ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഒരു റിസോഴ്സ് പേഴ്സണിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ഒരു തോട്ടായിരിക്കാം കുട്ടികൾക്ക് ഇങ്ങനെ ചിന്തിക്കാനും വളരാൻ നമുക്ക് സാധിക്കുന്നത്. തീർച്ചയായും ഇത് സംഘടിപ്പിക്കാനും ഇതിന് താല്പര്യമെടുത്തതിൽ പങ്കെടുക്കാൻ ശ്രദ്ധ കാണിക്കുന്ന 90-ലധികം വരുന്ന വിദ്യാർത്ഥികളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു കടപ്പാട്, ഒരു സ്നേഹം പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി സന്നദ്ധനായ മിസ്റ്റർ ശിവപ്രകാശ് സർ, അങ്ങയോട് പ്രത്യേകം ഈ സ്ഥാപനം കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങനെപ്പോലുള്ള ആളുകളെ നമുക്ക് വിത്ത് ഫിസിക്കൽ ഒരു വർക്ക്ഷോപ്പ് പോലെ ഇവിടെ നമ്മുടെ കോവിഡ് ഒക്കെ മാറി ഒരു നല്ല അന്തരീക്ഷം വരുന്ന സമയത്ത് നമുക്ക് എത്രയും വേഗം അങ്ങനെ ഒരു നല്ല പ്രഭാതം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ആ സമയത്ത് അത്തരം ഒരു നല്ല സെഷനിലേക്ക് തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവിധ കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഫോർമലി ഇനാഗുറേറ്റ് ചെയ്തതായി, ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you, sir. Thank you so much. And today we have Mr. Shiva Prakash, our resource person, to handle the session on today's topic. And let me share with you a few words about him. He's an innovator, he's an entrepreneur, and also a national level entrepreneurs trainer and a mentor. And he's currently working as an assistant professor in Khidmat Arts and Science College. And he has also an experience in as a business developer in Saudi Arabia for a few years. And he has qualified as a faculty trainer from Entrepreneurship Development Institute of India and also from Kerala Institute of Entrepreneurship Development. And he's also an entrepreneur and have also had developed UV-based sanitary equipment for Kerala Startup Mission and Ministry of Health. And with pleasure, let me welcome Sir Shiva Prakash sir for the session. Sir, please. Good morning. It's a pleasure. Shami Miss, thank you so much to invite me in this program. And വളരെയധികം സന്തോഷമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. MESന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു സാറ് പ്രിൻസിപ്പൽ. അതുകൊണ്ട് തന്നെ ഞാനും ആഗ്രഹിച്ചിരുന്ന ഒരു കോളേജാണ്, നമുക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കോളേജിന്റെ ലിസ്റ്റിൽപ്പെട്ടതായിരുന്നു MES കല്ലടി കോളേജ്. അവിടെ എനിക്ക് ഒരു പ്രോഗ്രാം നടത്താനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് വളരെയധികം സന്തോഷം. സർ ഓഡിയബിൾ അല്ലേ?
ഓഡിയബിൾ അല്ലേ സർ? ഹലോ, ഓഡിയബിൾ ആണ് Yes, സാർ, പക്ഷെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, സൗണ്ടിൽ ഒരു ചെറിയൊരു ലൈറ്റ് കുറവുള്ളത് പോലെ. ഇഷ്യൂ ആയിരിക്കാം. ലൈറ്റ് കുറവുണ്ട് അല്ലേ? സാറിന്റെ ഫേസിലേക്ക്. ട്രെയിൻ ആണ്, അതാണ്. മഴയുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അതെ അതെ, വളരെയധികം സന്തോഷമാണ് ഇവിടെ ഈ ഒരു അവസരത്തില് ഏകദേശം 100ഓളം പാർട്ടിസിപ്പേറ്റ്സ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ഒരു നാഷണൽ വെബിനാറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് മുന്നോട്ട് വരാനൊന്നും തയ്യാറായിട്ടുള്ള ആളുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ വളരെ വിരളമായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കോളേജുകളിൽ ഇത്തരത്തിലുണ്ടാകുന്ന ഓൺട്രപ്രനർ അവയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സ്ഥാപനത്തിൽ ഒരു ഓൺട്രപ്രനറിയൽ സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സന്നദ്ധനായിട്ട് വളരെ യങ്ങസ്റ്റ് ആയിട്ടിരിക്കുന്ന, വളരെ എനർജറ്റിക് ആയിരിക്കുന്ന ഒരു പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ അതിനെ എന്താ പറയാ വലം കൈ ഇടം കൈ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ടീച്ചേഴ്സുകളുടെയും എന്താ പറയാ ഒരു നല്ലൊരു ഹാർമണിയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. കുട്ടികളെ സംബന്ധിച്ചോളം വളരെ ലെക്കാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുണ്ടാകുന്ന ഓരോ പ്രോഗ്രാമുകളും IIC-യുടെയും ITC-യുടെയും അണ്ടറിൽ നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്വാളിറ്റിയെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് സിലബസുകൾ കവർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു ലക്ഷ്യബോധമില്ലാതെ കുട്ടികൾ ഇയറുകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യാനായിട്ട് വരിക എന്നതാണ്. പക്ഷെ ഒരു യഥാർത്ഥത്തിൽ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും അതുപോലെ തന്നെയുള്ള പ്രോഗ്രാമുകൾ, ക്ലിനിക്കുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികളിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് ആ ഒരു രീതിയിലേക്കുള്ള ഒരു റൂട്ട് തിരിച്ചു കൊടുക്കാനും കഴിയുമെന്നുള്ളതാണ്. ചിലപ്പോൾ കുറച്ച് കൈപ്പേറിയ റൂട്ട് ആയിരിക്കാം, പക്ഷെ നമുക്കതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് വളരെ സ്വീറ്റ് ആയിരിക്കും എന്നുള്ളത് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് നമ്മളിവിടെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഒരുപാട് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. നിങ്ങളിൽ എന്താ പറയുന്നത്, ഈ ഒരു കോഴ്സോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ്ങോട് കൂടിയിട്ട് നിങ്ങളെ 100% എത്തിക്കാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ചെറിയൊരു സ്പാർക്ക് നിങ്ങളിലേക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വളരെ എന്താ പറയാ മാഗ്നോനിമസ് ആയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ്. അല്പസമയം നിങ്ങൾ മറ്റെല്ലാ ശ്രദ്ധകളിൽ നിന്നും കുറച്ച് സമയത്തേക്കെങ്കിലും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് സംതിങ്, എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഓക്കെ, ഒരു എന്താ പറയുന്ന ഒരു ഇൻഫോർമേറ്റീവ് ആയി 100% ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കല്ല ഞാൻ പോകുന്നത്. ഒരു ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടായിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിലുണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടൊരു കാര്യമാണ്. എന്നിരുന്നാലും നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ നിങ്ങളിലൂടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ എനിക്കും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരു ചെറിയ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കാം. എല്ലാവരും റെഡിയാണല്ലോ? ഇതിനു മുന്നേ ഞാൻ ഇതിന്റെ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായ കാരണം നമുക്ക് സ്ക്രീൻ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. Excuse me, sir. Just a minute. Sir, camera screen share ചെയ്യാൻ നോക്കി. ഓക്കെ,
ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല സ്ക്രീൻ, അതാണ് സ്ലൈഡ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? ആ സാറ് ക്യാമറ ഓഫ് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്യാൻ നോക്കി നോക്കിയേ. നോക്കാം. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഷെയർ ചെയ്യാൻ ഓപ്ഷൻ. സാർ ഹലോ സാർ. ആ സാർ കേൾക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മിനിറ്റ്, ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ടെക്നിക്കൽ ഇഷ്യൂ ഒന്ന് ഞാൻ റിക്കവർ ചെയ്യട്ടെ കേട്ടോ. ഹലോ. ഓക്കെ ഓക്കെ. സാറേ ഞാൻ മൊബൈലിൽ ഒന്ന് കണക്ട് ചെയ്യാൻ. മൊബൈൽ
Once again, good morning, all of you. Audible ആണല്ലോ sir? Yes, sir. Yes. കേൾക്കാൻ ഹലോ പറ്റുന്നു. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സാറേ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? Yes, sir. Yes. Yes, sir. Visible ആണ്. Yes, sir. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ടെക്നിക്കൽ ഇഷ്യൂ ആണിത്. അത് ശക്തമായ മഴയാണ്, ഇന്ന് കർക്കിടകമാവായ കാരണം ഞാൻ റേഞ്ച് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്, കറക്റ്റ് പൊസിഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിച്ച ഒരാളുടെ ഒരു സ്റ്റോറിയുമായിട്ടാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? വളരെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഓക്കെ ആണല്ലോ? നല്ല ക്ലിയർ സൗണ്ട് ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് പണം ഉണ്ടാക്കുക എന്നൊരു ആഗ്രഹമുള്ള നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ അദ്ദേഹം പല വഴികളിലൂടെ ചിന്തിച്ചിട്ട് ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് നമുക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നിങ്ങനെ പലതവണ ചിന്തിക്കുകയും പല രീതിയിൽ പല ആളുകളുമായി കോണ്ടാക്ട് ചെയ്യുകയും ഉണ്ടായി. അയാൾ ഫൈനലി ഡിസൈഡ് ചെയ്തെടുത്തു എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു വജ്ര വ്യാപാരി ആവണമെന്ന്. അപ്പോൾ വജ്രമാണല്ലോ ഏറ്റവും വില കൂടിയ വസ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്ന രീതിയിലേക്ക് അയാൾ ഒരു തീരുമാനം എത്തുകയും അങ്ങനെ തൻ്റെ സ്വത്തുക്കളായിട്ടുള്ള കുറച്ച് സ്ഥലവും അയാളുടെ വീടും അതിനായിട്ട് വിൽക്കുകയും ചെയ്തു. എന്നിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അയാൾ സഞ്ചരിച്ചു. എവിടെയാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വജ്രങ്ങൾ ലഭ്യമാവുക, അതുപോലെ തന്നെ ഏറ്റവും ലാഭകരമായി വിൽക്കാൻ കഴിവുള്ള വജ്രം വിൽക്കാനുള്ള സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തുകയായിരുന്നു അയാളുടെ ആദ്യ ലക്ഷ്യം. ഇതിനായിട്ട് പല സ്ഥലങ്ങൾ സഞ്ചരിക്കുക മാത്രമല്ല, തൻ്റെ നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം അയാൾ ഇതിനായിട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്തു. പല മേഖലകളിലൂടെ ഇയാൾ സഞ്ചരിക്കുക മാത്രമല്ല ചെയ്തു, തൻ്റെ നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം അയാൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തു. ഫൈനലി അയാൾ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു താൻ ഇപ്പോഴും ഒരു സീറോ ആണ് എന്നുള്ളത്. പിന്നെ തൻ്റെ കയ്യിൽ നിക്ഷേപങ്ങളൊന്നും ഇല്ലല്ലോ, എങ്ങനെയെങ്കിലും ജീവിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ അയാൾ പിന്നെ താൻ വിറ്റിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരികയും എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തു. തൻ്റെ മോഹം വളരെ വലിയൊരു മോഹമായിരുന്നു, പക്ഷെ അതൊന്നും സാധ്യമായില്ല. അങ്ങനെ നാട്ടിലെത്തിയ അയാള് താൻ വിറ്റിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും അവിടെയുള്ള വീടിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആ വിറ്റ സമയത്തുള്ള രീതിയിലല്ല ഇപ്പൊ ആ ഭൂപ്രദേശവും അതുപോലെ തന്നെ തൻ്റെ വീടും അവിടെ വലിയൊരു പാലസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പുറകിലുള്ള കഥ എന്താണെന്ന് അറിയാൻ വളരെ ജിജ്ഞാസ ഉള്ള ആളായതുകൊണ്ട് തന്നെ അയാൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ
ആ വീട്ടിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ ഇയാളെ വളരെ നല്ല ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, എവിടുന്ന് വരുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്നു ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ആദ്യം. ഞാനൊരു വജ്ര വ്യാപാരി ആവുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഞാൻ ഇവിടുന്ന് എൻ്റെ ഈ സ്ഥലവും വീടും വിറ്റിട്ട് ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോയി. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല, ഞാനിപ്പോ പാപ്പരായി തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇയാളുടെ ദയനീയ അവസ്ഥ വീട്ടുകാരന് മനസ്സിലാവുകയും അപ്പൊ അദ്ദേഹത്തെ വീട്ടിലേക്ക് ഇരുത്തുകയും ശീതളപാനീയങ്ങളൊക്കെ കൊടുത്ത് മധുര പലഹാരങ്ങളൊക്കെ കൊടുത്ത് അയാളെ സ്വീകരിച്ചിരുത്തുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നല്ലൊരു കർഷകനാകാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഈ ഭൂമി അതിനു വേണ്ടി വാങ്ങിയതാണ്. അങ്ങനെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി ഞാൻ ഉഴുതുമറിക്കുന്ന സമയത്ത് എനിക്ക് ഭൂമിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്, ഞാൻ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് നല്ല നല്ല സ്റ്റോണുകൾ കാണാനിടയായി. അങ്ങനെയായപ്പോൾ ഞാനത് അത്ഭുതത്തോടെ എല്ലാം ശേഖരിക്കുകയും വീട്ടിൽ ഞാൻ സൂക്ഷിക്കുകയും ചെയ്തു. ഒരു ദിവസം അവിചാരിതമായിട്ട് എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ വീട് കാണാൻ വരികയും അങ്ങനെ വന്നപ്പോൾ അയാളാണ് ഈ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഈ പറമ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന ഈ കല്ലുകള് രത്നമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തത്. അങ്ങനെ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇതിന്റെ വലിയ ഒരു പോർഷൻ ഞാൻ അയാൾക്ക് കൈമാറുകയും ആ ഒരു തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വലിയ പാലസ് ഉണ്ടാക്കിയിരിക്കുന്നതും ഈ വീടിന് പരിസരവും ഇങ്ങനെ അലങ്കാരമാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനിയും ഒരുപാട് സ്റ്റോണുകൾ ബാക്കിയുണ്ട്. താങ്കൾ ഇതിന്റെ പഴയ ഉടമസ്ഥനായതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റോണുകൾ ഞാൻ താങ്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പഴയ ഉടമസ്ഥന് വളരെയധികം സന്തോഷം തോന്നി, പക്ഷെ അതോടൊപ്പം നിരാശയും തോന്നി. എന്തുകൊണ്ടായിരിക്കും നിരാശ തോന്നിയത്? എന്തുകൊണ്ടായിരിക്കും? രത്നങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളും സഞ്ചരിക്കേണ്ടി വന്ന അയാൾക്ക് തൻ്റെ പക്കലുണ്ടായിരുന്ന രത്നങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വന്നു എന്നുള്ളതാണ്. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് എന്ന് പറയുന്നത്. വളരെ യങ്ങസ്റ്റ് ആയിട്ടുള്ള മനസ്സായിരിക്കും നമുക്ക്, വളരെ വലിയ അറിവുകളുള്ള ആളുകളായിരിക്കാം, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വളരെ വിശാലമായ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം, ഒരുപാട് നല്ല സാഹചര്യങ്ങളിലായിരിക്കും നമ്മൾ വളർന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ എത്തേണ്ട ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഈ രത്നവ്യാപാരി ആവാൻ ആഗ്രഹിച്ച ആളെ പോലെ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ആളുകളെ മാത്രമാണ് നമ്മൾ ഇന്ന് ചുറ്റുപാടും കാണുന്നത്. ഒത്തിരി കഴിവുകൾ, ഒത്തിരി അറിവുകൾ, അതുപോലെ തന്നെ പരിചയം എല്ലാം ഉണ്ടായിട്ടും യഥോചിതം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ നമുക്ക് പറയാം, കസ്തൂരിമാൻ അറിയില്ല എവിടെയാണ് കസ്തൂരി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ നമ്മളിലെ കഴിവുകളെ നമ്മൾ തിരിച്ചറിയാൻ കഴിയാതെ പരാജയപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോ കുട്ടികളെ, നിങ്ങളുടെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല, കാരണം ഞാൻ ഇപ്പോൾ ഇത് മൊബൈലിൽ ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഡാറ്റകളും ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ചില ആളുകൾ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരണം. ഓക്കെ, 1784 കാലഘട്ടങ്ങളിലാണ് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നിരിക്കുന്നത്, അല്ലെ? ആ ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പുറകിലോട്ട് തിരിയുകയാണെങ്കിൽ ഇന്ന് കാണുന്ന സാഹചര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണത്. ഇന്ന് ടെക്നോളജി പരമായിട്ടൊക്കെ നമ്മൾ വളരെയധികം വികാസം ചേർന്നിരിക്കുകയാണ്. പക്ഷെ അത്തരം കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ അധ്വാനമാണ്, അല്ലെങ്കിൽ അവരുടെ പരിശ്രമമാണ്, അവരുടെ വിയർപ്പാണ്, അവരുടെ ഡ്രീമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ എല്ലാ കാര്യങ്ങളും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അവരുടെ സംഭാവനകൾ, അവരുടെ വിയർപ്പിന്റെ ഫലമായിട്ട് ഇന്ന് മലപ്പുറം ജില്ലയുടെ ഒരറ്റത്ത് നിൽക്കുന്ന ഞാനും പാലക്കാട് ജില്ലയിലെ മറ്റൊരറ്റത്ത് നിൽക്കുന്ന നിങ്ങളെയും നമുക്ക് നേരിട്ട് കാണാനും ഇത്തരത്തിലൊരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാനും നമുക്ക് സാധിച്ചു എന്നത് ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് വിയർപ്പുണ്ട്, അവർക്കൊരു വാല്യൂ ഉണ്ട്, അതിനെ നമുക്ക് അനുസ്മരിക്കാം. ഇതുപോലെ ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷൻ, അപ്കമിങ് ജനറേഷന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം യുവത്വങ്ങളായ നിങ്ങളുടെ കൈകളിലാണ് ഇനി ഇന്ത്യയുടെ ഭാവി എന്നാണ് നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത്. വാസ്തവത്തിൽ അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് നിങ്ങളും ഞാനും വിശ്വസിക്കുന്നത്. ശരിയാണല്ലോ, അല്ലെ? അപ്പൊ നിങ്ങളിൽ നിങ്ങളുടെ കഴിവുകളാണ് ഇനി വരാൻ പോകുന്ന ജനറേഷനുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മളുടെ ചിന്തകളെ കൊണ്ടുപോരണം.
നല്ല നല്ല ചിന്തകളെ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇഫ് യു തിങ്ക് ഇൻ പോസിറ്റീവ് വേ യു ക്യാൻ സീ എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നല്ല ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ മാത്രമാണ്. അതർവൈസ് വി സീ ഓൺലി ഒബ്സ്റ്റാക്കിൾ, നമുക്ക് തടസ്സങ്ങളായിരിക്കും. ഇപ്പൊ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ പാരന്റ്സിനോട് ചോദിച്ചു നോക്ക്, എന്താ പറയുക അവര്? ബിസിനസ് ആകെ ഡള്ളാണ്. ഫീസ് അടയ്ക്കാൻ പറഞ്ഞാലോ, ഫീസ് അടയ്ക്കാൻ പറഞ്ഞാലും നമ്മൾ ഇതന്നെ പറയും അല്ലെ, ഉപ്പയ്ക്ക് പണിയില്ല, അല്ലെങ്കിൽ അച്ഛന് പണിയില്ല, ജോലിയില്ല, ബിസിനസ് ആകെ ഡള്ളാണ്, ആകെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാ. എന്താ കാരണം? കോവിഡ് ആണ് കാരണം. കോവിഡ് പാൻഡമിക് ആണ് കാരണം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു കാരണം എന്ന് പറയുന്നത് ഒരിക്കലും സ്ഥിരമായിട്ട് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണമല്ല. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻഡ്, ഇത് സംഭവിച്ചു പോയി. ഇത് ആരുടെയും കുറ്റമല്ല, പാരന്റ്സിന്റെയോ ടീച്ചേഴ്സിന്റെയോ സൊസൈറ്റിയുടെയോ ഗവൺമെന്റിന്റെയോ അല്ല. അത് നമ്മൾ എന്താ പറയാ, ഇങ്ങനെ ഒരു വിപത്ത് നമ്മൾക്കുണ്ടായി. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മഹാവിപത്ത് ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ അതിജീവനമാണ് നമുക്ക് കരുത്തുണ്ടാകുന്നത്. ആ കരുത്തിലൂടെയാണ് നമ്മൾ ഡെവലപ്ഡ് ആവേണ്ടത്. ആ ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ഡെവലപ്ഡ് ആയി. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാക്കാൻ, സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, അതും എങ്ങനെയായിരിക്കണം? അതും ഗ്ലോബൽ സ്റ്റാൻഡേർഡില് എങ്ങനെയായിരിക്കണം? ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഇൻ ഓൾ കൈൻഡ് ഓഫ് ഡൊമെയിൻ, എല്ലാ തലങ്ങളിലും നമ്മളിൽ എന്തുണ്ടാക്കിയിരിക്കണം? ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ, ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനാണ് നമ്മൾ അതിജീവിക്കേണ്ടത്. അതിന് നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്യണം, നിങ്ങളുടെ സമയം യൂസ് ചെയ്യണം, നിങ്ങളുടെ അറിവുകൾ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇനിയുള്ള കാലങ്ങളിൽ തൊഴിൽ അന്വേഷകരെയല്ല, തൊഴിൽ ദാതാക്കളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. എന്താണ്? തൊഴിൽ അന്വേഷകരെയല്ല, തൊഴിൽ ദാതാക്കളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നിങ്ങളുടെ കണ്ണും കാതും കൈകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ഒന്ന് ചെറുതായി ചിന്തിച്ചാൽ നമുക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, കോവിഡ് പാൻഡമിക്കിൽ ബിസിനസ് എല്ലാം തകർന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു മേഖലകളിൽ തന്നെ നിന്നുകൊണ്ട് നല്ല വിജയം നേടിയിട്ടുണ്ട് ഇന്ത്യയിലുള്ള ആളുകൾ തന്നെ. ഒട്ടനവധി പേർ ഇന്ന് മാസ്കുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ സാനിറ്റൈസറുകൾ ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടുണ്ട്. സാനിറ്റൈസറുകളിൽ തന്നെ പലതരത്തിലുള്ള സാനിറ്റൈസറുകൾ ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെഷീനുകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഫുഡ്, അതുപോലെ തന്നെ മെഡിക്കൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ലോകത്തിനെ ഞെട്ടിക്കുന്ന പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നാണ് പറയുന്നത്. 2015 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 81 ആയിരുന്നു. 2015 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 81 ആയിരുന്നെങ്കിൽ 2020 ഇന്ത്യയുടെ സ്ഥാനം 48 ആണ്. എങ്ങനെ സംഭവിച്ചു? ഇന്ത്യയിൽ അത്രയും നല്ല ബ്രില്യന്റ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. 48 മാത്രമല്ല, ഇന്നോവേഷൻ മേഖലകളിൽ ആദ്യത്തെ 50 റാങ്കുകളുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പേര് വന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കൊച്ചു കേരളത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. കേരളത്തിൽ പുതിയ സ്റ്റാർട്ടപ്പുകളുടെയും മറ്റു കണക്കുകൾ എടുക്കുമ്പോൾ വളരെ പുറകോട്ടാണ് എന്നാണ് എല്ലാവരും പറയാ. പക്ഷെ നമ്മൾ എന്തിനു കേരളത്തെ കുറിച്ച് ചിന്തിക്കുന്നു? നമുക്കെന്താ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് ചിന്തിച്ചാല് അല്ലെ? അപ്പൊ ഇന്ത്യ, നമ്മളെല്ലാവരും ഒന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നോവേഷൻ മേഖലകളിലേക്ക് നിങ്ങളുടെ ഐഡിയകളെ കൊണ്ടുവരണം. അത് എങ്ങനെ ആയിരിക്കണം? വളരെ ഡൈവർജന്റ് ആയ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ കഴിയണം. എല്ലാത്തിനും സൊല്യൂഷൻസുകൾ കണ്ടെത്താൻ കഴിവുള്ള എങ്ങനെയായിരിക്കണം? നമ്മളുടെ ചിന്തകൾ ഡൈവർജന്റ് ആയിരിക്കണം. അതിനെ കൺവർജന്റ് ആയിരിക്കുമ്പോൾ ദർ ഈസ് നോ ഓപ്ഷൻ, മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ബദലായിട്ട് നിങ്ങൾ തന്നെ ആയിരിക്കും സ്റ്റാർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ ഇതുവരെ എന്താ പറയുക, സീറോ ആയിരുന്നെങ്കിൽ നിങ്ങളെ ഹീറോ ആക്കാൻ ഒരൊറ്റ കഴിവ് മതി, ഒരൊറ്റ ആശയങ്ങൾ മതി. അങ്ങനെ ഒരു ആശയങ്ങൾ എടുക്കാൻ 1784 ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇപ്പോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ 4.0 എന്ന് പറയുന്ന സ്റ്റേജിലാണ്. എന്താ 4.0 എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്?
അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഹാൻഡ് ടൂളുകളും അതുപോലെ സ്റ്റോണുകളും ആനിമൽസിന്റെയും സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത്. മൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടും കൈകൊണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ടാണ്. അതിൽ നിന്നും ഘട്ടം ഘട്ടമായി മെക്കാനൈസ്ഡ് ആയിട്ട് മെഷീനറികളൊക്കെ ഉപയോഗിച്ച് ഇന്ന് നോക്ക്, ബിസിനസ് ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റലൈസേഷൻ, അല്ലെ, ഡിജിറ്റലൈസേഷൻ, ഈ ഒരു മേഖലകളിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. അങ്ങനെ എത്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ വികാസം എങ്ങനെയായിരിക്കുന്നു? വളരെ ബൃഹത്താണ് എന്നുള്ളതാണ്. അത് ഞാനായിരിക്കണമെന്നില്ല, നിങ്ങളായിരിക്കണമെന്നില്ല, പക്ഷെ നമ്മളിൽ ആരോ ഒരാളാണ്. ആ ഒരാളാവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ പറയുന്നു, നമ്മളെ ഒരു ഓൺട്രപ്രണർ ആക്കാൻ ഒരുപാട് നമ്മൾ ഇന്റേണലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിലുള്ള ചില പോയിന്റ്സുകളാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. എന്താണ്? ലോ മോട്ടിവേഷൻ ആൻഡ് കോൺഫിഡൻസ്. കീഴിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഒരു മീറ്റിംഗിൽ സംഭവിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഒരു ഓൺട്രപ്രണർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ ഫീൽ പറഞ്ഞിരിക്കുന്നത്, ചില ആളുകൾക്ക് ഒരുപാട് പണമുണ്ട്, പക്ഷെ എങ്ങനെ വിനിയോഗിക്കാൻ കഴിയുന്ന അതിനു വേണ്ട പ്രോപ്പർ നോളജ് ഇല്ല. ഐഡിയ ഉണ്ട്, പക്ഷെ ഹൗ ടു മാനേജ് ഫിനാൻസ്, എങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യണം. സർ, GST വന്നതോടുകൂടി പ്രോബ്ലംസുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ, അതായത് നമ്മൾ ഇത്തരത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളിൽ പരിഭ്രാന്തരാവാണ്, വൈബ്രന്റ് ആവുകയാണ്. അങ്ങനെ വൈബ്രന്റ് ആവാതെ നമ്മൾ ചെയ്യണം, അത്തരത്തിലുണ്ടാകുന്ന അസൗകര്യങ്ങളിൽ സൗകര്യപ്പെടുത്താനായിട്ട് സ്വയം പര്യാപ്തരാവണം. അസൗകര്യങ്ങളിൽ പരിഭ്രാന്തരാവാതെ നമ്മൾ എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തരാവണം. സ്വയം പര്യാപ്തരായി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിനുള്ള ചില പ്രോബ്ലംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോ മോട്ടിവേഷൻ ആയിരിക്കാം. ഒരു ക്ലാസ് റൂമിലെ 4 ചുമരുകൾക്കുള്ളിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സിലബസുകൾ എടുക്കാൻ വേണ്ട സമയം തന്നെ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കാം, ആ ലക്ഷ്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരുപക്ഷെ ക്ലാസ് ടീച്ചർക്ക് സമയം ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കോളേജിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അത് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായ സമയത്തിനകത്ത് നമ്മൾ വേണ്ട രീതിയിലുള്ള നോളജുകൾ അക്വയർ ചെയ്യണം. അതാണ് ഒരു ഓൺട്രപ്രണറുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെ പറയുന്നു? നിങ്ങൾ ഒരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് ബി അക്വയർ പ്രോപ്പർ നോളജ്. ആവശ്യമായ നോളജുകൾ നിങ്ങൾ അക്വയർ ചെയ്യണം. ആൻഡ് യു വാണ്ട് ടു മേക്ക് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. നല്ലൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ സ്വയം ഉണ്ടാക്കണം. ആൻഡ് ഇഫ് യു ഹാവ് എ ഗുഡ് ബിസിനസ് മോഡൽ, നല്ലൊരു ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ യു ആർ എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ. യു വിൽ ബിക്കം എ ഗുഡ് സക്സസ്ഫുൾ ഓൺട്രപ്രണർ. നല്ലൊരു ഓൺട്രപ്രണർ ആയിട്ട് നിങ്ങൾ മാറും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസുകൾ ഇവിടെ ഉണ്ടോ നോക്കൂ. ലോ മോട്ടിവേഷൻ ആൻഡ് കോൺഫിഡൻസ്, അല്ലെ? നമ്മൾ ഇതുവരെ ചിന്തിച്ചില്ലേ ഒരു ഓൺട്രപ്രണർ ആവാൻ എന്നുള്ളത്? അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിയില്ല. അങ്ങനെ മോട്ടിവേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ടെക്നോളജിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ ബിഹേവിയറൽ ട്രെയിനിങ്ങിന് നിങ്ങൾ സ്വയം തേടി പോകണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷെ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഹൗ ബിസിനസ് സെറ്റപ്പ് വലിയൊരു പ്രോബ്ലം ആണ്. എങ്ങനെയാണ് ബിസിനസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. ബിസിനസ് മാൻ ആകണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഓൺട്രപ്രണർ ആഗ്രഹമുണ്ട്, പക്ഷേ ഹൗ ബിസിനസ് സെറ്റപ്പ്, എങ്ങനെ ബിസിനസ് സെറ്റപ്പ് ചെയ്യും? അപ്പൊ നമ്മൾ പറയും, ഇപ്പോഴത്തെ കാലത്ത് ഒരു ഓപ്പർച്യൂണിറ്റീസും ഇല്ല, അല്ലെ? ഒരു അവസരങ്ങളില്ല. പ്രിയപ്പെട്ട കുട്ടികളെ, നല്ല ഓൺട്രപ്രണർ ആവുക എന്ന് പറഞ്ഞാല് അയാൾ അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ല. ഡോണ്ട് വെയിറ്റ് ഓപ്പർച്യൂണിറ്റീസ്. യു വാണ്ട് ടു ഫൈൻഡ് യുവർ സെൽഫ്. നിങ്ങൾ തന്നെ കണ്ടെത്തണം. എന്ത്? അവസരങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തണം. അവസരങ്ങൾ വേണ്ടി തേടി പോകരുത്, ഒരിക്കലും തേടി പോകരുത്. ഈ കോവിഡിന്റെ സമയത്തും നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കാം. നോട്ട് നിരോധന സമയത്ത് അവസരങ്ങൾ സ്വയം കണ്ടെത്തിയ ആളുകളാണ് പേടിഎം പോലെയുള്ള ക്രെഡിറ്റ് കാർഡ് മറ്റു ആളുകൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ കോവിഡ് പാൻഡമിക്കിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ വിജയം കൊയ്ത ചില ആളുകളാണ് എറിക് യുവാൻ. സൂം ആപ്ലിക്കേഷൻ അയാൾ 10 വർഷം മുമ്പേ ഡെവലപ്പ് ചെയ്തതാ. 10 വർഷങ്ങൾക്ക് ശേഷമാണ് അയാളുടെ റിസൾട്ട് കിട്ടിയത്.
ഇന്ന് അയാൾ എന്താ പറയുന്നത്, സമ്പന്നരിൽ ലിസ്റ്റിൽപ്പെട്ട ഒരാളായിട്ട് മാറി, എറിക് യുവാൻ. ഇതുപോലെ തന്നെ രണ്ടാം ഘട്ടം വന്നപ്പോ നമ്മൾ അനുകരണം ഒരുപക്ഷെ നമുക്ക് വിജയം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാം, വിജയിക്കാം. എങ്ങനെയാണെങ്കിൽ നോവൽറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പറയാൻ ന്യൂ ആൻഡ് ഡിഫറെന്റ് ആയിരിക്കണം. പുതിയതും ഡിഫറെന്റുമായിട്ടുള്ള ഐഡിയകളായിട്ട് നിങ്ങൾക്ക് നിലവിലുള്ള ഐഡിയകളെ തന്നെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അതിനുദാഹരണമാണ് റോഹൻ പോളും മറ്റൊരാൾ കൂടി ചേർന്ന് ഉണ്ടാക്കിയ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ, അതായത് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വളരെയധികം വിജയം നേടിയ മറ്റൊന്നാണ്. കോവിഡിന്റെ രണ്ടാം ഘട്ടത്തിൽ വന്ന മറ്റൊരു വിജയ ശില്പം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവസരങ്ങളില്ല എന്ന് പറയരുത്. അവസരങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കൗൺസിലിംഗ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് നല്ല അവസരങ്ങൾ. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻപുട്ട്. നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നുവോ അതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, അല്ലെ? ഇൻപുട്ട് കൊടുത്തതിന്റെ റിസൾട്ട് ആണല്ലോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രശ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഹൗ ടു കളക്ട് ഡാറ്റ മറ്റൊരു വലിയ പ്രോബ്ലം ആണ്. ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, പക്ഷെ ബിസിനസിനെ കുറിച്ച് A to Z അറിയാതെ എന്ത് ചെയ്യാനാണ്? എങ്ങനെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ്, അല്ലെ? എന്താണ് കസ്റ്റമേഴ്സ്, ആരൊക്കെയാണ് കസ്റ്റമേഴ്സിന്റെ ആവശ്യം, എന്താണ്, ഇതൊക്കെ എങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇങ്ങനെ അങ്ങാടി പോയി ഇങ്ങനെ നടക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അത് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണെങ്കിൽ സർവേ ആൻഡ് BPR ഗൈഡൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സർവേ ആൻഡ് BPR ഗൈഡൻസ്. എന്താ BPR ഗൈഡൻസ്? ബിസിനസ് പ്രോജക്റ്റ് റിപ്പോർട്ടിനുള്ള ഗൈഡൻസ്. അതിനുള്ള എക്സിക്യൂട്ടീവുകൾ ഉണ്ടായിരിക്കും, അതായത് ബിസിനസ് കൺസൾട്ടൻസുകൾ ഉണ്ടായിരിക്കാം, അഡ്വൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ബിസിനസ് കോച്ചുകൾ. ഇവരുടെയൊക്കെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളിലൂടെയും അതുപോലെ സർവേ ചെയ്ത് മാർക്കറ്റ് സർവേ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു റിസൾട്ടിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. ഹൗ ക്യാൻ ഐ റൺ ദ യൂണിറ്റ്? എങ്ങനെ എനിക്ക് ബിസിനസ് കൊണ്ടുവരാൻ പറ്റും? ഞാനൊരു MBA സ്റ്റുഡന്റ് അല്ലേ? അപ്പൊ എങ്ങനെ ഒരു ബിസിനസ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുക എന്ന് ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണ്? മാനേജീരിയൽ പ്രോബ്ലംസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാനേജീരിയൽ ഇൻപുട്സ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ ഐ ഡു ഇറ്റ്? എനിക്കിത് ചെയ്യാൻ കഴിയുമോ? ഷുവർ, അല്ലെ? എന്തിന്റെ പ്രശ്നമാണത്? ഇവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അങ്ങനെയാണെങ്കിൽ കോൺഫിഡൻസും കോമ്പിറ്റൻസിയും ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രോബ്ലംസുകളെ നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യൽസ് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ആ രീതിയിലേക്കുള്ള ഒരു ട്രാക്ക് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു നല്ല പിക്ചറായിട്ട് നിങ്ങൾ മാറും, അല്ലെങ്കിൽ നല്ലൊരു ചിത്രമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറും എന്നുള്ളതാണ് വാസ്തവം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഹലോ സാറേ, കേൾക്കുന്നില്ലേ? സാർ കേൾക്കുന്നുണ്ട്. അവര് മെസ്സേജ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ അതിന് റീപ്ലൈ കൊടുക്കുന്നില്ല, കാരണം മൊബൈലിലായതുകൊണ്ട് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ല. ലാപ്പിലായിരുന്നെങ്കിൽ നമുക്ക് ചില പ്രോബ്ലംസുകൾ. സോറി. ഓക്കെ. നിങ്ങൾ ഈ ഒരു സെന്റൻസിൽ ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ടോപ്പിക് ബിസിനസ് പ്ലാൻ ടെംപ്ലേറ്റ് ഫോർ ന്യൂ സ്റ്റാർട്ടപ്പ്. കണ്ടോ? നിങ്ങളത് കാണുന്നില്ലേ? ബിസിനസ് പ്ലാൻ ടെംപ്ലേറ്റ് ഫോർ ന്യൂ സ്റ്റാർട്ടപ്പ് ആണ്, അല്ലെ? ഇതിൽ ചില ലെറ്ററുകൾ ഞാൻ അതിൽ എന്ത് ചെയ്തിരിക്കുന്നു? വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നുണ്ട്. BPR. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. BPR എന്താ? BPR ബിസിനസ് പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. നമ്മൾ ബിസിനസ് പ്ലാൻ ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റെന്തോ വലിയ രീതിയിലൊക്കെ ചിന്തിച്ചു കാണുന്നുണ്ട്. അത് നിങ്ങളുടെ എന്താ പറയാ മനസ്സിന്റെ ഒരു സങ്കോചം കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും അങ്ങനെയല്ല. ഈ ബിസിനസ് പ്ലാൻ ടെംപ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് പുതിയ പുതിയ ബിസിനസ് ഐഡിയകൾ തരികയല്ല ചെയ്യുന്നത്. നിലവിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതിന് വിവിധ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പാണ് ഈ ബിസിനസ് ടെംപ്ലേറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
എ സ്റ്റാർട്ടപ്പ് ബിസിനസ് പ്ലാൻ സെർവ് സെവറൽ പർപ്പസസ്, അല്ലെ? ഒരുപാട് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ഹെൽപ്പ് കൺവിൻസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ടു ഫിനാൻസ് യുവർ ബിസിനസ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ബിസിനസ് സംരംഭം തുടങ്ങുക എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല. അത് ആർക്കൊക്കെ വേണ്ടിയാണ്? നമ്മൾ എപ്പോഴും ഡിപ്പെൻഡന്റ് പേഴ്സൺ ആണ്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് നൽകാനായിട്ട് ബാങ്കേഴ്സുകളുണ്ട്, ഇൻവെസ്റ്റേഴ്സുകളുണ്ട്, അല്ലെ? അതുപോലെ മണി ലെൻഡേഴ്സുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബിസിനസിന്റെ വളർച്ചയിലെ രാജാക്കന്മാരായിട്ടുള്ള കസ്റ്റമേഴ്സുകളുണ്ട്, അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അവർക്കൊക്കെ എന്ത് വേണം? വളരെ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമ്മളിൽ നിന്നുള്ള ഒരു റിസൾട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ബിസിനസ് പ്ലാൻ ടെംപ്ലേറ്റ് തയ്യാറാക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് സെർവ് ആസ് എ റോഡ് മാപ്പ് ഗൈഡിങ് ടു ദി ലോഞ്ച് ആൻഡ് ഗ്രോത്ത് ഓഫ് യുവർ ന്യൂ ബിസിനസ്. നിങ്ങളുടെ ഒരു പുതിയ ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോഡ് മാപ്പ് ഗൈഡിങ് ആണ് ഇതുകൊണ്ട് കിട്ടുന്നത്, നല്ല ബിസിനസ് പ്ലാൻ ടെംപ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ തയ്യാറാണോ ഒരു നല്ലൊരു ബിസിനസ് പ്ലാൻ ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ? എങ്കിൽ വരൂ, നമുക്ക് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് പ്രിപ്പയർ എ ബിസിനസ് പ്ലാൻ, മറ്റൊന്ന് കോൺഫിഡൻഷ്യലി എഗ്രിമെന്റ്. പ്രിപ്പയർ എ ബിസിനസ് പ്ലാൻ ആൻഡ് കോൺഫിഡൻഷ്യലി എഗ്രിമെന്റ്. രണ്ടാമത്തെ കാര്യം ആദ്യം പറയാം. കോൺഫിഡൻഷ്യലി എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഒരു അനൗപചാരികമായിട്ടുള്ള കരാറാണ്, ഒരു രഹസ്യ ധാരണയാണ്. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് ബിസിനസ് തുടങ്ങാനുള്ള ചില വഴികൾ എന്ന് പറയുന്നത്, യു ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ് ഓൺ സെൽഫ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാം. അതല്ലെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ പാർട്ട്നേഴ്സുകളുമായിട്ട് എന്ത് ചെയ്യാം, ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം. അതല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് എനി സക്സസ്ഫുൾ ബിസിനസ് ഫ്രാഞ്ചൈസി, നല്ലൊരു ബിസിനസ് ഫ്രാഞ്ചൈസി, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം. അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ പങ്കാളിയാവുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ 4 തരത്തിലുള്ള ബിസിനസ്സുകൾ നമുക്ക് അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെയാ പറഞ്ഞത്? ഒന്ന് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം, പാർട്ണറുമായിട്ട് ബിസിനസ് തുടങ്ങാം, വിജയകരമായ ഒരു ബിസിനസിന്റെ ഫ്രാഞ്ചൈസി എടുത്തു തുടങ്ങാം, വിജയകരമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സിൽ എന്താവാം, പങ്കാളികളാവാം. ഇങ്ങനെ 4 ഏത് രീതിയിൽ തുടങ്ങുന്നുവോ അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് നമുക്കൊരു ചില രഹസ്യധാരണകൾ ഉണ്ടായിരിക്കും. ആ രഹസ്യധാരണ അത് നമ്മൾ പബ്ലിക്കിനെ അറിയിക്കേണ്ടതില്ല, ഗവൺമെന്റിനെ അറിയിക്കേണ്ടതില്ല, സൊസൈറ്റിയെ അറിയിക്കേണ്ടതില്ല, എംപ്ലോയീസിനെ അറിയിക്കേണ്ടതില്ല, ആരെയും അറിയിക്കേണ്ടതില്ല. അത് ബോർഡ് അഥവാ മാനേജ്മെന്റ് ഓണേഴ്സുകൾ തമ്മിലുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ എന്താണ് പറയാം, ഒരു ഡീഡാണ് എന്ന് പറയാം. അതാണ് ഈ കോൺഫിഡൻഷ്യൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പിൽക്കാലത്ത് അടിച്ചു പിരിയും. അപ്പൊ അടിച്ചു പിരിയാതിരിക്കാനുള്ള ഒരു മാർഗമാണ് കോൺഫിഡൻഷ്യൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതിൽ നമ്മൾ പറയുന്ന ആദ്യ പോയിന്റ് ആണ് പ്രിപ്പയർ എ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. ബിസിനസ് പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വളരെ രസകരമായിട്ടുള്ള ഒന്നാണിത്. ദർ ഇസ് എ 2 ടേംസ് ആണെന്ന് പറയാം, ബിസിനസ് ആൻഡ് പ്ലാൻ, അല്ലെ? പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ് എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് ഒരു ബിസിനസ് പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കെയർഫുൾ തിങ്ക് ത്രൂ എവറി സ്റ്റെപ്പ് ഓഫ് സ്റ്റാർട്ടിങ് യുവർ ബിസിനസ്. പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. എന്താണ്? ഓപ്പർച്യൂണിറ്റിയെ വളരെ കെയർഫുൾ ആയിട്ട് പരിപാലിച്ച് കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ട്? ഒരു നല്ല ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി. നല്ല ബിസിനസ് ആരംഭിക്കണം എന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു തോട്ട് നിങ്ങളിൽ ഉണ്ടാവണം. അതിനുള്ള അവസരങ്ങളാണ് ഈ ബിസിനസ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് പറയുന്നത് ദിസ് ഈസ് എ ചാൻസ് ടു ഡിസ്കവർ എനി വീക്ക്നെസ് ഇൻ യുവർ ബിസിനസ്. നോക്കൂ, ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് റിട്ടൺ ആണ് കേട്ടോ. റിട്ടൺ ആണ്, വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കില്ല, ഓറൽ അല്ലത്, റിട്ടൺ ആണ്. ഈ റിട്ടൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നല്ല ബിസിനസ് പ്ലാൻ നിങ്ങൾ റിട്ടൺ ആയിട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗ്രേറ്റ്ഫുൾ ആണെന്ന് പറയും.
കാരണം നന്നാക്കിയിരിക്കുന്നെങ്കിൽ അതിന്റെ ആദ്യഘട്ടം തന്നെ നിങ്ങൾ വായിക്കുമ്പോൾ വായനക്കാരനെ, റീഡറിന് മനസ്സിലാക്കും തുടർന്ന് വായിക്കണോ വേണ്ടയോ എന്നുള്ളത്. ആ വായനയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ അസിസ്റ്റൻസുകളും, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആവട്ടെ, നോൺ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആവട്ടെ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താവണം, ഒരു നല്ല ബിസിനസ് പ്ലാന് നമുക്ക് തയ്യാറാക്കേണ്ടി വരും. അപ്പൊ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കെയർഫുൾ ആയി ചിന്തിക്കാനുള്ള ഒരു അവസരമാണ്. മറ്റൊന്ന്, നിങ്ങളിലുള്ള വീക്ക്നെസ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യാനുള്ള ഒരു മാർഗവും കൂടിയാണ്. എന്തിനെ? വീക്ക്നെസ്സിനെ. ബിസിനസ് തുടങ്ങാൻ നല്ല ഐഡിയ ഉണ്ട്, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പോരായ്മകളെ ഹൈഡ് ചെയ്ത് വയ്ക്കും. അത് നിങ്ങളെ പരാജയത്തിലേക്ക് എത്തിക്കും. അങ്ങനെ പരാജയത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇത് തയ്യാറാക്കണം. ഇതാണ് ഒരു ബിസിനസ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നല്ല ഒരു ബിസിനസ് പ്ലാൻ ആവണമെങ്കിൽ, ഉണ്ടാക്കണമെങ്കിൽ അതിന് ചില സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ് ആ സവിശേഷതകൾ എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ പറയുന്നു, നല്ലൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് കോൺസൈസ്. ഞാൻ ഫസ്റ്റേ പറഞ്ഞു, ബിസിനസ് പ്ലാന്റെ ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ, അതിന്റെ ഫസ്റ്റ് പോർഷൻ വായിക്കുമ്പോൾ തന്നെ വായനക്കാരന് ഷുഡ് ബി ഐഡന്റിഫൈ ആൻഡ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ്. എന്താ മനസ്സിലാക്കാന്? തുടർന്ന് വായിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതെങ്ങനെയായിരിക്കണം? ഷുഡ് ബി ക്ലിയർ ആൻഡ് കോൺസൈസ്. ഷുഡ് ബി ക്ലിയർ ആൻഡ് കോൺസൈസ്. എവ്രിവൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വാട്ട് യു മീൻ. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ ആയിരിക്കണം മറ്റുള്ളവർക്ക്, വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവേണ്ടത്. നിങ്ങൾ ബിസിനസ് പ്ലാൻ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നതും നിങ്ങൾ ഉദ്ദേശിച്ചതും ഒന്നായിരിക്കണം. അവോയ്ഡ് ഓവർ യൂസിങ് ഇൻഡസ്ട്രി ജാർഗൺ ആൻഡ് ടെർമിനോളജി. ജാർഗൺ, ഇൻഡസ്ട്രി ജാർഗൺസ് അധികമായിട്ട് നമ്മൾ ചില പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കും. അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ടൊന്നും ബിസിനസ് പ്ലാൻ തയ്യാറാക്കേണ്ട. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാ, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ തന്നെ ദഹിക്കാൻ കഴിയുന്ന വാക്കുകൾ മാത്രം ഉപയോഗപ്പെടുത്തുക. പിന്നെയോ, മേക്ക് ഷുവർ ടു അണ്ടർസ്റ്റാൻഡ് യുവർ റിസർച്ച് ഇൻക്ലൂഡിങ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. നല്ലൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ സോഴ്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഷുഡ് ബി റിയലിസ്റ്റിക്. എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കുക. എപ്പോഴും എന്തായിരിക്കണം? റിയലിസ്റ്റിക് ആയിരിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് സെക്ഷൻ ഇൻ ദ ഇൻസ്ട്രക്ഷൻ, റിഫൈനിങ് യുവർ പ്ലാൻ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, റിഫൈനിങ് യുവർ പ്ലാൻ. നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ സ്വയം റിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നല്ല ബിസിനസ് പ്ലാനിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയിരിക്കണം, ക്ലിയർ കട്ട് ആൻഡ് കോൺസൈസ്. അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. എങ്ങനെ? നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ജാർഗൺ, ടെർമിനോളജിക്കൽ വേർഡ്സുകളൊന്നും ഇതിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട. നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാൻ, അതിനനുയോജ്യമായ ഇൻഫർമേഷൻ കിട്ടിയതിന്റെ വഴികൾ നിങ്ങൾ ഉൾപ്പെടുത്തണം. വളരെ റിയലിസ്റ്റിക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കേണ്ടത്. അങ്ങനെ ഒരു ബിസിനസ് പ്ലാൻ നമ്മൾ തയ്യാറാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു? ഒരു കോൺഫിഡൻഷ്യൽ എഗ്രിമെന്റ് വേണം എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അതിന്റെ ഒരു മോഡൽ ഞാൻ പറഞ്ഞു, ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മളുടെ ഈ ബിസിനസ് ടെംപ്ലേറ്റിന്റെ കണ്ടന്റുകളാണ് നമ്മൾ പറയുന്നത്. ഈ കണ്ടന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻവോൾവഡ് ആയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പാർട്ടാക്കി കഴിഞ്ഞാൽ, യു വിൽ മെയ്ഡ് എ ഗുഡ് ബിസിനസ് പ്ലാൻ എന്ന് പറയാം. റിഫൈനിങ് ദ പ്ലാൻ. നമ്മൾക്ക് പ്ലാൻ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാം? റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കാം. ആർ യു റെഡി? ഇത്രയും കാര്യങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഈ കണ്ടന്റുകളിലേക്ക് പോവാം. വോയിസ് പറയട്ടോ, നിങ്ങൾ മെസ്സേജ് അയക്കരുത്, വോയിസ് പറയേ. റെഡിയല്ലേ? 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 ഹലോ 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 ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് റീപ്ലൈ തരൂ കേട്ടോ. നമുക്ക് അതിനനുസരിച്ച് മോഡുലേഷൻ ഇങ്ങനെ മാറ്റം വരുത്തണ്ടേ, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണ്ടേ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഒന്ന് റീപ്ലൈ തരണം കേട്ടോ. എനിക്ക് ഇത് വെരിഫൈ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു,
ഇത് ലാപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ ചെയ്യുന്നത്. അപ്പൊ എല്ലാം കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. അതാണ്. സോറി പറയാണ് ഒരിക്കൽ കൂടി. അപ്പൊ റെഡി ആണല്ലോ നിങ്ങൾക്ക് നമുക്ക് ഈ കണ്ടന്റുകൾ പറയാനായിട്ട്? ടേബിൾ ഓഫ് കണ്ടന്റ് നല്ല ബിസിനസ് പ്ലാനിന്റെ കണ്ടന്റ് ആണ്. എത്ര പേര് ഇതിൽ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് മാൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്? ആരെങ്കിലും ഒന്ന് യെസ് പറയാമോ? എനിബഡി? നോബഡി? എന്താ അങ്ങനെ ചോദിക്കുമ്പോ ദപ്പാന്ന് ഉത്തരം പറയണ്ടേ? നിങ്ങളുടെ മൈൻഡ് ഇപ്പോഴും ചിതറിക്കിടക്കുകയാണ് അല്ലെ? ചിതറിക്കിടക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ലുപോലെ മനസ്സിൽ തെളിയുന്നു, വിടരുന്നു എന്നിലെ മോഹങ്ങളും. എത്ര പേർക്കുണ്ടിങ്ങനെ? ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കുമ്പോൾ ആരുടെയും മുഖങ്ങൾ തെളിയാറുണ്ടോ? ആ മുഖങ്ങളിൽ മഴവില്ലിന്റെ 7 നിറങ്ങൾ കാണാറുണ്ടോ? ആ 7 നിറങ്ങൾ കാണുമ്പോൾ നിങ്ങളിൽ അണഞ്ഞിരിക്കുന്ന മോഹങ്ങളെല്ലാം തെളിയാറുണ്ടോ? ആരും മറുപടി പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചിതറിക്കിടക്കുന്ന നിങ്ങളുടെ ചിന്തകളിൽ ഇനിയുള്ള ചിന്ത ഒരു നല്ല ബിസിനസ് പ്ലാൻ ആയിരിക്കണം. ആ ബിസിനസ് പ്ലാനിന് മഴവില്ലിന്റെ 7 നിറങ്ങളും ചാർത്തണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള മോഹങ്ങളെല്ലാം തെളിഞ്ഞു വരും. എങ്ങനെയായിരിക്കും? ഒരു ബൈക്ക് വാങ്ങണം, ഒരു കാറ് വാങ്ങണം, ഒരു നല്ല വീട് പണിയണം, ഒരു നല്ല ഭാര്യയെ സ്വന്തമാക്കാൻ. കുട്ടിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ നിങ്ങളുടെ മോഹങ്ങൾ? അല്ലേ? അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല വണ്ടി വേണം അല്ലെ? നല്ലൊരു ബൈക്ക് വേണം, നല്ലൊരു കാറ് വേണം, നല്ലൊരു വീട് വേണം, ടൗണിൽ നമുക്കൊരു ഒരു വില്ല വേണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിനു മുന്നേ നമ്മൾ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളിലെല്ലാം ഒരു നല്ല ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയാൽ മതി. അതിന് നല്ല മഴവില്ലിന്റെ നിറം തന്നെ കൊടുക്കണം. അപ്പൊ ആ നിറങ്ങൾ കൊടുക്കാൻ ഇതാ നവരത്നങ്ങളെ പോലെ ശോഭിച്ചു നിൽക്കുന്ന 9 കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് നോക്കൂ. എക്സിക്യൂട്ടീവ് സമ്മറി, കമ്പനി ഡിസ്ക്രിപ്ഷൻ, പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്, മാർക്കറ്റിംഗ് പ്ലാൻ, ഓപ്പറേഷണൽ പ്ലാൻ, മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ, സ്റ്റാർട്ടപ്പ് എക്സ്പെൻസസ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ, ഫിനാൻഷ്യൽ പ്ലാൻ, അപ്പൻഡൈസസ്. ഇങ്ങനെയുള്ള 9 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞാൽ 10ാമത്തേത് റിഫൈനിങ് ദ പ്ലാൻ. അപ്പൊ ഞാൻ പറഞ്ഞു നവരത്നങ്ങൾ. നമ്മൾ കഥകൾ തുടങ്ങിയത് തന്നെ രത്നവ്യാപാരിയുടെ കഥ വെച്ചുകൊണ്ടാണ് അല്ലെ? അപ്പൊ അവിടെയും നമുക്കറിയാം 9 തരത്തിലുള്ള രത്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആ രത്നങ്ങളാണ് ഇക്കാര്യങ്ങൾ: എക്സിക്യൂട്ടീവ് സമ്മറി, കമ്പനി ഡിസ്ക്രിപ്ഷൻ, പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്, മാർക്കറ്റിംഗ് പ്ലാൻ, ഓപ്പറേഷണൽ പ്ലാൻ, മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ, എക്സ്പെൻസസ്, സ്റ്റാർട്ടപ്പ് എക്സ്പെൻസസ്, ക്യാപിറ്റലൈസേഷൻ, ഫിനാൻഷ്യൽ പ്ലാൻ, അപ്പൻഡൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പോയിന്റുകളിലേക്ക് പോവാം. എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടീവ് സമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ ബിസിനസ് പ്ലാൻ. നിങ്ങളുടെ ബിസിനസ് പ്ലാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ഓവർവ്യൂ ഓഫ് യുവർ ബിസിനസ് ഐഡിയ. ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് ഓഫ് യുവർ ബിസിനസ് എന്ന് പറയാം. ബിസിനസിന്റെ ഫ്രെയിം വർക്കാണ് ഇവിടെ ബിസിനസിന്റെ ഐഡിയകൾ ഉണ്ടായിരിക്കണം. ആ ഐഡിയയുടെ ഓവർവ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. 2 സെന്റൻസ് നിങ്ങളുടെ ഐഡിയ എന്താണ്? നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? ആ ഐഡിയ ആണ് നമ്മൾ വിശാലമാക്കേണ്ടത്.
ഒരു ചെറിയ ഐഡിയ കിട്ടിയാൽ മതി. ആ ചെറിയ 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 കാര്യങ്ങൾ നോക്ക്. എത്ര ചെറിയ ആശയങ്ങളിൽ നിന്നായിരിക്കും 13 രാജ്യങ്ങൾ അംഗീകരിച്ച ഒരു വാക്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. നോക്കൂ അല്ലെ. അപ്പൊ ചെറിയ ചെറിയ ആശയങ്ങളിലൂടെയാണ് അതൊക്കെ വലുതായി വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളിലും ചെറിയ ചെറിയ ആശയങ്ങൾ ഉണ്ടായിരിക്കാം. അതിന്റെ ഓവർവ്യൂ ഒരു 1-2 സെന്റൻസിലായിട്ട് നിങ്ങൾ ഒരു പേജിൽ കുറിച്ചു വെക്കുക. ഓക്കെ. പിന്നെ ഈ ആശയങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഐഡിയകൾക്ക് വേണ്ടി നിങ്ങൾ എവിടെ പോകും? ഐഡിയകൾക്ക് വേണ്ടി നിങ്ങൾ എവിടെ പോകും? ഐഡിയകൾ എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കറിയാം ഐഡിയ ഈസ് നോ വൺ മൊണോപ്പൊളി. ഇത് ആരുടെയും കുത്തകയല്ല. അവിടെ ഡിഗ്രി പഠിച്ചവനും ഡിഗ്രി പഠിക്കാത്തവനും, ടീച്ചർക്കും സ്റ്റുഡൻസിനും, പണ്ഡിതനും പാമരനും എല്ലാവർക്കും ഐഡിയ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. ആരുടെയും കുത്തകയില്ല. ദാറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂട്ട്. അതൊരു കോൺസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എങ്ങനെയായിരിക്കണം? എക്സിക്യൂഷൻ ഓഫ് ഐഡിയ ഈസ് ബെറ്റർ ദാൻ പെർസേ. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താണ്? എക്സിക്യൂഷൻ ഓഫ് ഐഡിയ ഈസ് ബെറ്റർ ദാൻ പെർസേ. പറഞ്ഞു നടക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ആശയം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതെന്തിനാക്കണം? ഒരു പ്രോട്ടോടൈപ്പ് ആക്കി മാറ്റണം. ഒരു ബിസിനസ് പ്രോട്ടോടൈപ്പ് ആക്കി മാറ്റണം. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുകയാണ്, എക്സാമിന് എഴുതുന്ന സമയത്ത് കൈ നന്നായിട്ട് കുഴയുന്നു, നമുക്ക് പേര് വളരെ ബുദ്ധിമുട്ടാണ്, ഇതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു എങ്കിൽ യു ക്യാൻ ഫൈൻഡ് എ സൊല്യൂഷൻ. നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്നു, നിങ്ങൾ ഐഡിയ ഇല്ലാത്തവരാണെന്ന് വിചാരിക്കുക. സപ്പോസ് ആർക്കും ഐഡിയ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. എന്ത്? മാർക്കറ്റ് ട്രെൻഡ്. ഓരോ മാർക്കറ്റ് ട്രെൻഡ് നിങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ യു ക്യാൻ ഗെറ്റ് എനി ഐഡിയ. എന്തെങ്കിലും ഐഡിയ കിട്ടും. അങ്ങനെ ഐഡിയ കിട്ടിയിട്ടാണ് ഇന്ന് പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരിക്കുന്നത് അല്ലെ. നമ്മൾ സ്നാക്സിനോടൊപ്പം കഴിക്കുന്ന കെച്ചപ്പ് കണ്ടിട്ടുണ്ടോ? അത് ചില സമയത്ത് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ വളരെ ലിക്വിഡ് ലൂസ് പോലെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് തവണ സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് പുഷ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് വരിക. ചിലപ്പോൾ അത് അങ്ങനെ നന്നായി പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിലൊക്കെ കെച്ചപ്പായി വരാം അല്ലെ. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഐഡിയ കണ്ടെത്തണം അല്ലെ, അതിനെ പരിഹരിക്കണം. അങ്ങനെയാണ് ഈ കെച്ചപ്പിന്റെ ബോട്ടിലൊക്കെ തല കുത്തനെ വെക്കുന്നത്. അതിന് കോർക്ക് ഡൗൺ സൈഡില് ഡൗൺ സൈഡിലേക്കും പിന്നെ ശരിക്ക് നമ്മൾ വെക്കേണ്ട ഭാഗം ടോപ്പ് സൈഡിലേക്കൊക്കെ മാറ്റിയുള്ള ബോട്ടിലുകൾ കണ്ടെത്തി കഴിഞ്ഞു. കണ്ടോ? അതൊരു ഐഡിയ ആണ്, ഒരു ചെറിയൊരു ആശയമാണ്. ഇവിടെ എന്താ കണ്ടെത്തിയിരിക്കുന്നത്? സൊല്യൂഷൻ ഓഫ് പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയെന്നാണ്. അപ്പൊ മാർക്കറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഐഡിയയ്ക്ക് വേണ്ടത്. ഒന്ന്. രണ്ടാമത്തത് പ്രോബ്ലംസുകളെയാണ് നിങ്ങൾ നോക്കേണ്ടത്. പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻ കണ്ടാൽ എല്ലാ പരിഹാരങ്ങളുമായി. റേഞ്ച് കിട്ടുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല. റേഞ്ച് കണ്ടെത്താനുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. എന്തെങ്കിലും ഉപകരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. ഒരുപാട് ഐഡിയകൾ ഉണ്ട്. നോക്കൂ, ഒരു പേന എന്ന് പറഞ്ഞാൽ എഴുതാൻ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പേനയിൽ നിന്ന് വ്യത്യസ്തമായ എത്ര തരത്തിലുള്ള പേനകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. മഷിപ്പേന, നമ്മളെ തന്നെ ബോൾ പേന അല്ലെ, അതിലേക്ക് റീഫില്ല് ചെയ്യുന്ന പേന, പേനയും പെൻസിലും ഉള്ളത്, ഡിഫറെന്റ് കളറുള്ള പേന, പേനയോടൊപ്പം സ്കെയിലുള്ളത്, പേനയോടൊപ്പം സെൻസർ ഉള്ളത്, പേനയോടൊപ്പം ക്യാമറ ഉള്ളത്, പിന്നെ പേനയോടൊപ്പം തന്നെ നമുക്ക് വുഡിൽ എഴുതാൻ പറ്റുന്നത്, പേന എഴുതി കഴിഞ്ഞാൽ മായ്ക്കാൻ പറ്റുന്നത്, എറേസർ ഉള്ളത്. ഇങ്ങനെ പലതരത്തിലുള്ള പേനയിലെ തന്നെ പല 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 പേനകളുണ്ട്. ഒരു പേനയുടെ ഒരു കമ്പനി ഒന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ, ലിനിയോണാർട്ടോ അങ്ങനെ എന്തോ ഒരു കമ്പനിയുടെ പേരുണ്ട്. 78,630 രൂപയാണ് ഒരു പേനയുടെ വില. അങ്ങനെ നടത്തുന്ന വലിയ വലിയ ബിസിനസ്സുകൾ ഉണ്ട് ഇവിടെ. കണ്ടോ? അപ്പൊ ആശയങ്ങൾക്ക് ദാരിദ്ര്യമില്ല. നമുക്ക് ആശയങ്ങൾ എവ്രിവേർ എല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടെത്തിയ ആശയമാവട്ടെ, ആ ആശയങ്ങൾ നിങ്ങൾ കുറിച്ചു വെക്കുക. അതാണ് ഒന്നാമത് ചെയ്യുന്നത്. അതിനൊരു പ്രൊഡക്റ്റ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രോട്ടോടൈപ്പ് ആക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എങ്ങനെയായിരിക്കണം എന്റെ പ്രൊഡക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട്, അതിന്റെ ക്വാണ്ടിറ്റി, അതിനെ ക്വാളിറ്റി, അതിനെ സ്പെഷ്യലൈസ് ചെയ്യുന്നത്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്, നിലവിലുള്ള അതിന്റെ കോമ്പറ്റീറ്റേഴ്സ് എന്താണ്, എങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ കുറിച്ച് നിങ്ങൾ എഴുതിയിരിക്കേണ്ടത്.
യുവർ ഗോൾ ഓഫ് യുവർ ബിസിനസ്, നിങ്ങൾ ഈ ഐഡിയ കൊണ്ട് എന്താണ് ഉപയോഗിക്കുന്നത്, ചിന്തിക്കുന്നത്, നിങ്ങളുടെ ലക്ഷ്യമുണ്ടായിരിക്കാം. ഇത് സ്റ്റെപ്പായിട്ട് ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് തുടങ്ങുന്നു, അത് പിന്നീട് ഇന്ത്യയിലെ വലിയ ഈ മഹാരാജ്യത്ത് മൊത്തം വ്യാപിപ്പിക്കുന്നു, അങ്ങനെ ഗ്ലോബൽ ബിസിനസ് ആക്കി മാറ്റുന്നു. ഇതാണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യം എഴുതി വെക്കുക. യുവർ പ്രൊപ്പോസൽ ടാർഗറ്റ് മാർക്കറ്റ്, നിങ്ങൾ ആരെയാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ആശയങ്ങൾ കാണുന്നത്? എസ്പെഷ്യലി പെൺകുട്ടികളെയാണോ, അതോ നിങ്ങൾ കുട്ടികളെയാണോ, അതോ ബോയ്സിനെയാണോ, അതോ ടീനേജേഴ്സിനെയാണോ, യങ്ങേഴ്സിനെയാണോ, ഓൾഡേഴ്സിനെയാണോ, അതോ നിങ്ങൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയ ആളുകളെയാണോ, അല്ലെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉള്ള ആളുകളെയാണോ? ആരായിക്കോട്ടെ, ആരാണ് നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് എങ്കിൽ നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യുന്നത് അത് കുറിച്ച് വെക്കുക. യുവർ കോമ്പറ്റീഷൻ ആൻഡ് വാട്ട് എ ഡിഫറൻഷ്യൽ യുവർ ബിസിനസ്, നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സ് ആരാണ്, ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആശയങ്ങളുടെ അതേപോലെ സാമ്യതയുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഡിഫറൻറ്റ് ആകാൻ പറ്റും എന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. യുവർ മാനേജ്മെന്റ് ടീം ആൻഡ് പ്രയർ എക്സ്പീരിയൻസ്, നിങ്ങളോടൊപ്പം സഹായിക്കാനായിട്ട് നിങ്ങളുടെ ടീം ആരൊക്കെയാണ്, ആ ടീമിനെ കുറിച്ച് എഴുതുക. അവരുടെ ഫീൽഡ് എക്സ്പീരിയൻസ് അഥവാ അവരുടെ ഫിലോസഫി എന്താ, ഹിസ്റ്ററി ഉള്ളത്, അത് എഴുതി വെക്കുക. ഫിനാൻഷ്യൽ ഔട്ട്ലുക്ക് ഫോർ ദ ബിസിനസ്, ഈ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായുള്ള ഫണ്ട് എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഫണ്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് എ എക്സിക്യൂട്ടീവ് സമ്മറി. ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിങ്ങളിൽ ഒരു ഓൺട്രപ്രണർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വായനക്കാരന് മനസ്സിലാക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുന്നു, അതായത് BPR തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ എക്സിക്യൂട്ടീവ് സമ്മറി എങ്ങനെയുണ്ടോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് സമ്മറി തയ്യാറാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം, രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കമ്പനി ഡിസ്ക്രിപ്ഷൻ ആണ് എന്ന് പറഞ്ഞു. നിങ്ങളൊരു കമ്പനി ആയിട്ടാണെങ്കിൽ കമ്പനിക്ക് ഒരു മിഷൻ ഉണ്ടായിരിക്കും അല്ലെ, കമ്പനിക്ക് ഒരു മിഷൻ ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പനിക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കാം, ഫിലോസഫി ഉണ്ടായിരിക്കാം, ഗോൾ ഉണ്ടായിരിക്കാം, ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ടായിരിക്കാം. ഇതെന്താവട്ടെ നിങ്ങൾ അതെന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഓക്കെ, അതെന്തായാലും നിങ്ങൾ അതെന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു മിഷൻ. പെട്ടെന്ന് കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട്. മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് യുവർ ബിസിനസ് റീസൺ ഫോർ ബീയിങ് എന്നാണ് അർത്ഥം. ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് യുവർ ബിസിനസ് റീസൺ ഫോർ ബീയിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് സർവീസ്, സേഫ്റ്റി ആൻഡ് ഫാമിലി അറ്റ്മോസ്ഫിയർ. ഫാമിലി മീൻസ് കമ്പനിയാണ്, അവിടെ സർവീസ്, സേഫ്റ്റി, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ, ഇതായിരിക്കണം നിങ്ങളുടെ നല്ല മിഷൻ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നതോ ഇത് നിങ്ങളുടെ ലോങ് ടേം ഔട്ട്ലുക്ക് ഓഫ് യുവർ ബിസിനസ് എന്ന് പറയാം. ലോങ് ടേം ഔട്ട്ലുക്ക് ആണ്, അതായത് ബിസിനസിന്റെ എന്താ പറയാ ഒരു ഹാൾമാർക്കാണ് ഏത് പറയാം വിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഫിലോസഫി എന്ന് പറയുന്നതോ ബിസിനസിന്റെ വാല്യൂ ആണ്, നിങ്ങൾ അതിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ടായിരിക്കും. ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, ഇന്നോവേഷൻ, കമ്മ്യൂണിറ്റി, ഇതിന്റെയൊക്കെ ഒരു മിക്സഡ് രൂപമായിരിക്കണം അതിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ്, ഇതിന്റെ ലീഗൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം? ലീഗൽ സ്ട്രക്ചർ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരിക്കണോ, LLP ആയിരിക്കണോ, അതോ പാർട്ണർഷിപ്പ് ആയിരിക്കണോ, കമ്പനി ആയിരിക്കണോ, പ്രൈവറ്റ് ആയിരിക്കണോ, പബ്ലിക് ആയിരിക്കണോ, ഗവൺമെന്റ് ആയിരിക്കണോ, ലിമിറ്റഡ് ആയിരിക്കണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? കമ്പനി ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ടെംപ്ലറ്റ് ഒക്കെ ആണല്ലോ. രണ്ടാമത്തെ ടെംപ്ലറ്റ്, ഒന്നാമത്തത് എന്താ പറഞ്ഞത്? എക്സിക്യൂട്ടീവ് സമ്മറി, അതിൽ കമ്പനിയുടെ ഓവർവ്യൂ. രണ്ടാമത്തത് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ. മൂന്നാമത്തേത് നിങ്ങളുടെ ഐഡിയയെ ഏത് തരത്തിലുള്ള ബിസിനസ് ആക്കി മാറ്റി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ബിസിനസ്സിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഔട്ട്പുട്ട്, പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അതാണ് ഇത് നിങ്ങളുടെ ഡ്രീം പ്രൊജക്റ്റ് ആണ്. ഈ പ്രൊജക്റ്റിലായിരിക്കണം നിങ്ങളുടെ A to Z കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഡക്റ്റില് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പ്രോബ്ലംസുകൾക്കുള്ള സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സിനെ ചലഞ്ച് ചെയ്യാനുള്ള നിങ്ങളുടെ കോമ്പറ്റൻസി പവർ ആണ് അതിൽ കാണിക്കേണ്ടത്. അതിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് കാണിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൽ നമ്മൾ പറയുന്ന കാര്യം അതാണ്. എന്തായിരിക്കുന്നു നമ്മളുടെ ഡ്രീം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോബ്ലംസുകളും അതിനുള്ള സൊല്യൂഷൻസുകളും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം.
നമ്മളുടെ കോമ്പറ്റേറ്റേഴ്സ് അഡ്വാൻറ്റേജസും പ്രൊപ്രൈറ്ററി ഫീച്ചേഴ്സും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ആഫ്റ്റർ സർവീസ്, കൺസെപ്ഷൻ ആഫ്റ്റർ സർവീസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങളുടെ പ്രൊജക്ട് ബിസിനസ് ടെംപ്ലേറ്റ് നോക്കൂ, എവിടെ വന്നു? ഐഡിയ വന്നു, കമ്പനിയായി, കമ്പനിക്ക് ഒരു ഫ്രെയിംവർക്ക് കൊടുത്തു, അതിലൂടെ ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ട് വന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നല്ല പ്രൊഡക്റ്റ് ആണ്, പക്ഷെ മാർക്കറ്റിന് അതിനുള്ള വാബിലിറ്റി എത്രയുണ്ട് എന്നറിയണം. അതിന് നല്ല മാർക്കറ്റ് പ്ലാൻ തയ്യാറാക്കണം. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കാര്യമാണ്. എന്തു പ്രൊഡക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അതിൻ്റെ ഒരു ബ്രാൻഡ്, അതിൽ നിങ്ങളിൽ കസ്റ്റമേഴ്സിൽ അതിനൊരു പൊസിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. അതുപോലെ തന്നെ ബാരിയർ ടു എൻട്രി, എന്ത് പ്രോബ്ലംസ് ആണ് നമ്മളുള്ളത്, എൻട്രിക്കുള്ളത് എന്നുള്ളത് നോക്കണം. എന്ത് തടസ്സങ്ങളാണ് ഉള്ളത്, ത്രെഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, അതിനുള്ള ഭീഷണികളും അതുപോലെ തന്നെ അവസരങ്ങളും കണ്ടെത്തണം. ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ്, പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും, പ്രൊഡക്റ്റ് ആരെയാണോ എയിം ചെയ്യുന്നത് ആ ടാർഗറ്റ് കസ്റ്റമർ, അവരുടെ കീ കോമ്പറ്റേറ്റേഴ്സ്, പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, കസ്റ്റമറുടെ മൈൻഡിലുള്ള സ്ഥാനം, പൊസിഷനിങ്, ഹൗ വിൽ യുവർ മാർക്കറ്റ്, എങ്ങനെയാണ് നിങ്ങളുടെ മാർക്കറ്റ്, പ്രൈസിങ്, പ്രൊമോഷണൽ ബഡ്ജറ്റ്, ലൊക്കേഷൻ, 12 month സെയിൽസ് ഫോർകാസ്റ്റ്. ഇതാണ് ഒരു മാർക്കറ്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് റിസർച്ച് രണ്ട് തരാണ്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. റീസെർച്ച്, സെർച്ച് അഗെയിൻ, വീണ്ടും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിന്റെ സൈസ്, ട്രെൻഡ്, ടാർഗറ്റ് എന്നിവയൊക്കെ ആ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ എന്ത് ബാരിയർ ആണുള്ളത് അത് നോട്ട് ചെയ്ത് വെക്കുക. ത്രെഡ്സ്, ഓപ്പർച്യൂണിറ്റീസ് കാണാൻ നിങ്ങൾക്ക് SWOT അനാലിസിസ് ഉപയോഗിക്കാം. അതിലൂടെ നമുക്ക് അത് കൃത്യമായിട്ട് പോയിന്റ് ചെയ്തുകൊണ്ട് റാങ്കിങ് തീരുമാനിക്കാം. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റും ഫീച്ചേഴ്സും നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളുടെ കസ്റ്റമേഴ്സ്, കോമ്പറ്റേറ്റേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഏതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലുകളുണ്ട് അല്ലെ, അത് എങ്ങനെയായിരിക്കാം? അത് ഒന്നുകിൽ ഏജന്റ് മുഖാന്തരമാകാം, കമ്മീഷൻ ബേസ്ഡ്, അല്ലെങ്കിൽ റീറ്റെയിലറുടെ ആവാം, ഹോൾസെയിലറുടെ ആവാം, ഓൺലൈനിലൂടെ ആവാം, ഇ-കൊമേഴ്സിലൂടെ ആവാം, പല കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്തേക്കാം. ത്രെഡ്സ്, ഓപ്പർച്യൂണിറ്റീസിൽ പറയുന്നതിൽ വളരെ നേരിടുന്ന ഒരു ത്രെഡ്സുകളാണ് ഗവൺമെന്റ് റെഗുലേഷൻസും ടെക്നോളജിയും ഇക്കോണമിയും ഇൻഡസ്ട്രീസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിന് ഒരു SWOT അനാലിസിസ് ടേബിൾ നിങ്ങൾ വരച്ചു ഉണ്ടാക്കുക തന്നെ വേണം എന്നുള്ളതാണ്. പിന്നെ പ്രൊഡക്റ്റ് കൺസ്യൂമറിന്റെ മൈൻഡിലേക്ക് എത്തിക്കാൻ എപ്പോഴും നമ്മളുടെ മനസ്സിൽ എന്തുണ്ടായിരിക്കണം? ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം അല്ലെ. അപ്പോഴാണ് എനിക്ക് റീമ ഇത് സജസ്റ്റ് ചെയ്ത്, ചന്ദ്രിക സജസ്റ്റ് ചെയ്തത് എന്നൊക്കെ പറയാറില്ലേ. ആ ഒരു പരസ്യത്തിലൂടെ തന്നെ നമ്മൾക്ക് ആ ഒരു പ്രൊഡക്റ്റ്, ചന്ദ്രിക എന്നുള്ള പ്രൊഡക്റ്റ് നമ്മളിൽ എത്തി അല്ലെ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു സോപ്പിന്റെ പരസ്യമാണെങ്കിൽ കോളേജ് സ്റ്റുഡന്റോ ഞാനോ എന്നൊക്കെ പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഏതാണ് സന്തൂർ ആണ് എന്നുള്ളത്. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും നമ്മൾക്ക് എന്തുണ്ട്, നമ്മളിൽ ഒരു സ്ഥാനം നൽകുന്നുണ്ട്. അതുപോലെ ഒരു സ്ഥാനം നിങ്ങളുടെ പ്രൊഡക്റ്റിന് ആരംഭത്തിൽ തന്നെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അതിന്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ കഴിയണം. ഒരു പ്രൊഡക്റ്റിന്റെ വില എത്രയാണ് എന്നുള്ളത്. പ്രൊമോഷണൽ ബഡ്ജറ്റ് എത്രയാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ എവിടെയാണ്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കസ്റ്റമേഴ്സിന് വളരെ എളുപ്പത്തിൽ കിട്ടാൻ ലഭ്യമായ സ്ഥലമായിരിക്കണം. ഉൽപാദനം നടത്താൻ വേണ്ടി റോ മെറ്റീരിയൽ അവൈലബിൾ ആയ സ്ഥലമായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് സൊസൈറ്റിയുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സ്ഥലമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒരു 12 മാസത്തെ സെയിൽസ് ഫോർകാസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ നിങ്ങൾ തീരുമാനിക്കണം എന്നുള്ളത് കൂടി പറയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന അടുത്തത് എന്താ പറയുന്നത്? ഓപ്പറേഷണൽ പ്ലാൻ. അപ്പൊ നോക്കൂ, എക്സിക്യൂട്ടീവ് സമ്മറി കഴിഞ്ഞു, കമ്പനി ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു,
അത് കഴിഞ്ഞ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് കഴിഞ്ഞു, മാർക്കറ്റ് പ്ലാനിങ് കഴിഞ്ഞു, മാർക്കറ്റിലെ സാധ്യതകൾ വേബിലിറ്റി നമ്മൾ മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യാം, അതിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് പ്രൊഡക്ഷൻ, ക്വാളിറ്റി കൺട്രോൾ, ലൊക്കേഷൻ, ലീഗൽ എൻവയോൺമെന്റ്, പേഴ്സണൽ, ഇൻവെന്ററി, സപ്ലയേഴ്സ്, ക്രെഡിറ്റ് പോളിസി, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പ്രൊഡക്ഷൻ, എങ്ങനെ പ്രൊഡക്ഷൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടിയ കാര്യക്ഷമതയോട് കൂടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ടെക്നോളജി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. ആവശ്യമായിട്ടുള്ള മെഷീനറികൾ, ഇക്വിപ്മെന്റ്സുകൾ, റോ മെറ്റീരിയലുകൾ, ഇതിൻ്റെയൊക്കെ ലഭ്യതയും അതിൻ്റെ സപ്ലയേഴ്സുകൾ, ഈ ഡീറ്റെയിൽസുകളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നിങ്ങൾ ഓപ്പറേഷൻ പ്ലാനിൽ എഴുതണം. ഓക്കെ. ക്വാളിറ്റി കൺട്രോൾ, അതുപോലെ തന്നെ ലൊക്കേഷൻ, ലീഗൽ എൻവയോൺമെന്റ്, തടസ്സങ്ങളുണ്ട് ഒരുപാട് മക്കളെ. ഇപ്പോ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ഒരു രീതിയാണ് കേരള ഗവൺമെന്റ് അവലംബിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 3 വർഷം വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ ബിസിനസ് തുടങ്ങാനുള്ള സംവിധാനമുണ്ട്. 3 വർഷം വരെ രജിസ്ട്രേഷൻ, ഒരു രജിസ്ട്രേഷനും വേണ്ട, ഒരു പഞ്ചായത്ത് ഓഫീസും വേണ്ട, എവിടെയും നിങ്ങൾ കയറി ഇറങ്ങണ്ട. നിങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. ഒരു നാനോ ബിസിനസ് തുടങ്ങാൻ 5 ലക്ഷം രൂപ വരെയുള്ളതിന് നാനോ ബിസിനസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാം. MSME രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം. അങ്ങനെ ഒരുപാട് ലീഗലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. പിന്നെ പേഴ്സണൽ, ഇൻവെന്ററി, സപ്ലയേഴ്സ്, ക്രെഡിറ്റ് പോളിസി. ഏത് ക്രെഡിറ്റ് പോളിസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ സപ്ലയേഴ്സിൽ നിന്ന് തിരിച്ച് പൈസ റീപേ ചെയ്യേണ്ടത്? കസ്റ്റമറിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് പണം കണ്ടെത്തേണ്ടത്, തിരിച്ചു പിടിക്കേണ്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഓപ്പറേഷൻ പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മാസ്റ്റർ പ്ലാൻ ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ. അപ്പൊ എന്തായി? നിങ്ങളുടെ ഐഡിയയെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോയി? നിങ്ങളുടെ ഐഡിയ ഒരു ഓർഗനൈസേഷൻ ആക്കി മാറ്റി, അതിൽ ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തി, ആ പ്രൊഡക്റ്റില് അതിന്റെ മാർക്കറ്റിംഗ് സാധ്യത കണ്ടെത്തി, അതിന്റെ ഉൽപാദന രീതിയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഇതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതാണ് മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടെംപ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് സെക്ഷൻ ഷുഡ് ഗീവ് റീഡേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പീപ്പിൾ ബിഹൈൻഡ് യുവർ ബിസിനസ്. ഏതൊരു വായനക്കാരനെയും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ കാണിക്കേണ്ടത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ആ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് ബിയോണ്ട് യുവർ ബിസിനസ്, നിങ്ങളുടെ ബിസിനസ്സിന് അപ്പുറം നിന്നുകൊണ്ടാണ് അവർ മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് സൊസൈറ്റിയിലുള്ള റോള്, നിങ്ങൾക്ക് ബിസിനസ്സിലുള്ള റോളും റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടെ എക്സ്പീരിയൻസും എല്ലാം നിങ്ങൾ ഇതിലേക്ക് എഴുതണം. അപ്പോ എന്റെ പേര് എന്നതാണ്, ഞാൻ പഠിച്ചിരിക്കുന്നത് MES കല്ലടി കോളേജിലെ BCom വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ BBA വിദ്യാർത്ഥിയാണ്. അതിനുശേഷം 2 വർഷം തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MCom പാസ്സായിരിക്കുന്നു. കൂടാതെ ഞാൻ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിൽ നിന്ന് ഞാനൊരു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇന്ന് കേരളത്തിൽ ഇതിനായിട്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അപ്പെക്സ് സൊസൈറ്റി ആയിട്ടുള്ള EDII, ഇവിടെ റിസർച്ച് വരെയുള്ള പ്രോഗ്രാമുകളുണ്ട്. ഏറ്റവും ചെറിയ പ്രോഗ്രാമുകൾ മുതൽ റിസർച്ച് വരെയുള്ള പ്രോഗ്രാമുകളുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിച്ച് യഥാസമയത്ത് നിങ്ങൾക്ക് അക്കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാം എന്നുള്ളതാണ്. ഇനി അതിന് തൊട്ട് താഴെ കേരളത്തിന്റെ സൊസൈറ്റി ആയിട്ട് കേരള എന്റർപ്രണർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്മെന്റ് കീഡ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് കീഡ്, ഇവിടെയും എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെയോ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഉണ്ട്. ഇതിന്റെ അണ്ടറിൽ 14 ജില്ലകളിലായിട്ട് പ്രവർത്തിക്കുന്ന DIC ഉണ്ട്, ജില്ലാ വ്യവസായ കേന്ദ്രം. ഇവരും ട്രെയിനിങ്ങുകളും അതുപോലെയുള്ള സാഹചര്യങ്ങളും ഒരുക്കി തരുന്നുണ്ട്. കൂടാതെ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള താലൂക്ക് ഇൻഡസ്ട്രിയൽ സെന്ററുകളുണ്ട്. ഇവരും നമുക്ക് ആവശ്യമായുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നു. ഇത്രയും അല്ല ഉള്ളത്, അസാപ്പിന്റെ കോഴ്സുകളുണ്ട്. അഡീഷണൽ അക്വിസിഷൻ സ്കില്ലുകളായിട്ട് നൽകാനുള്ള കോഴ്സുകൾ ചെയ്യുന്നുണ്ട്.
ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ 14 സ്കിൽ പാർക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോ കൂടിയിരിക്കുന്നു, 31 സ്കിൽ പാർക്കുകളോളം ഉണ്ട് എന്നാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഉണ്ട്, അതുപോലെ തവനൂരുണ്ട്. ഇവിടൊക്കെ നമ്മൾ ചെന്നാൽ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് സബ്സിഡി ആയിട്ടും ഗവൺമെന്റ് നബാർഡിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് 50% സഹായത്തോടു കൂടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ നിങ്ങൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. വിദ്യാർത്ഥിയുടെ അപ്പുറത്തേക്ക് പോയാൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടണമെന്നില്ല. അപ്പൊ കിട്ടേണ്ട സമയത്ത് എല്ലാം വലിച്ചെടുക്കുക. ഒരു വലിയ മരമാവാൻ നിങ്ങൾ ശ്രമിക്കണം, പടർന്നു വലുതലിക്കുന്ന വലിയൊരു മരം. അപ്പൊ അങ്ങനെ വലിയൊരു മരമാവണമെങ്കിൽ അതിന് ഒരുപാട് വേരുകൾ ഉണ്ടാവണം. ആ വേരുകൾ ഒരുപാട് ദൂരെ സഞ്ചരിക്കും വേണം. എന്തിനു വേണ്ടിയിട്ടാ? ഇതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ലവണങ്ങളും ജലവും പോഷണങ്ങളും വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങളുടെ വേരുകൾ ലൈബ്രറികളിലേക്കും നല്ല ഗൈഡ് നൽകുന്ന ടീച്ചേഴ്സുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും പാരന്റ്സുകളിലേക്കും ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ട്രെയിനിങ് പ്രോഗ്രാമുകളിലേക്കും ഒക്കെ നിങ്ങളുടെ വേരുകൾ എന്ത് ചെയ്യണം? നുഴഞ്ഞു പൊയ്ക്കോളണം. ഈ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വലിച്ചെടുക്കുന്ന എല്ലാ ലവണങ്ങളും പോഷണങ്ങളും പിന്നീട് ഒരു സമയത്ത് നിങ്ങൾ വളർന്നു കഴിഞ്ഞാൽ, ആഫ്റ്റർ കംപ്ലീറ്റ് യുവർ കോഴ്സ്, നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ അറിയില്ല അതിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ചില പുഷ്പങ്ങളായി മാറും, ചിലപ്പോൾ അത് കായ്കളായി മാറും. അങ്ങനെ സമൂഹത്തിന് നന്മയുള്ള ഫലങ്ങളായിട്ട് മാറുന്ന ഒരു നല്ല വൃക്ഷമായിട്ട് മാറും. നമ്മുടെ സുഗതകുമാരി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി, നമ്മൾക്ക് ഇത്രയും പഠനത്തിന് വേണ്ടി പണം ചെലവാക്കുന്ന രക്ഷിതാക്കൾക്ക് വേണ്ടി നമുക്കൊരു നല്ല മരം നടാം. നമ്മളുടെ അടുത്ത ജനറേഷൻ, നമ്മളുടെ തലമുറ, നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്കൊരു തൈ നടാം. 100 കിളികൾക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, വിദ്യാഭ്യാസമുള്ളവരും അല്ലാത്തവരുമായ ആളുകൾക്ക്. അവർക്ക് ജോലി നൽകാൻ വേണ്ടി നമുക്കൊരു മരം നടാം. മരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് ആകുന്ന മരം. ഓക്കെ, നല്ല നാളേക്ക് വേണ്ടി അല്ലെ, ഒരു ഡെവലപ്ഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റാൻ നമുക്ക് നല്ലൊരു മരം നടാം. അങ്ങനെയൊക്കെ ആവണമെങ്കിൽ ഇപ്പോൾ തന്നെ യു ഷുഡ് ബി അക്വയർ പ്രോപ്പർ നോളജ്, നോട്ട് എ മോർ നോളജ്. കൂടുതൽ നോളജ് അല്ല വേണ്ടത്, അക്വയർ പ്രോപ്പർ നോളജ്, ആവശ്യമായിട്ടുള്ള നോളജ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, സമൂഹത്തോടുള്ള റോൾസുകൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ നേടിയ ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, നല്ല ബിസിനസ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നോട്ട് ചെയ്യാം. ഇതൊക്കെ ഞാനിങ്ങനെ ഒരു വെബിനാറിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. Okay, if you are using your business plan to get financing, know that investors and lenders carefully assess whether you have a qualified management team. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് നിങ്ങൾക്കൊരു ഫൈനാൻസ് ആവശ്യമുണ്ടായിരിക്കും ബിസിനസ് തുടങ്ങാൻ. അങ്ങനെയാണ് ഗവൺമെന്റിന്റെ സബ്സിഡികൾ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാന്റുകൾ ഉണ്ട്, ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ ഉണ്ട് അല്ലെ. ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു BPR നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. അപ്പൊ തയ്യാറാക്കുന്ന സബ്മിറ്റ് ചെയ്യുന്ന ഈ BPR-ൽ ഇക്കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എന്റർപ്രണർ ആകും, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ടീം നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ള അസിസ്റ്റൻസ് ഒന്നും വേണ്ട, പക്ഷെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ നല്ലൊരു ഇൻവെസ്റ്ററെ വേണം എന്ന് വിചാരിക്കുക. അയാൾക്ക് നിങ്ങൾ ഈ ബിസിനസ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണം, ഈ ഒരു പ്രൊജക്ട്. അപ്പൊ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയണം, ഇവന് കുറച്ച് പൈസ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, നന്നാവും എന്നുള്ളൊരു തോന്നലുണ്ടാവണമെങ്കിൽ നമ്മളുടെ പ്രൊജക്ട് നന്നാവണം. ഓക്കെ, ഇതുപോലെ തന്നെ മണി ലെൻഡേഴ്സിന്റെ കാര്യവും. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ആവണമെങ്കിൽ മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷന്റെ പാർട്ടിൽ യു വാണ്ട് ടു റൈറ്റ് യുവർ ഗുഡ് ബയോഗ്രാഫി. നിങ്ങളുടെ ഒരു പ്രൊഫൈൽ, അടിപൊളി പ്രൊഫൈൽ നിങ്ങൾ ഉണ്ടാക്കണം. ഫുൾ സൈസ് ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുണ്ടാക്കുന്ന ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ട്രെയിനിങ് എക്സ്പീരിയൻസുകളൊക്കെ വെച്ചുകൊണ്ടൊരു ബയോഗ്രാഫി ഉണ്ടാക്കുക. അത് റെസ്യൂമാണ്. ആൻഡ് ഗ്യാപ്പ് ഇൻ മാനേജ്മെന്റ് ആൻഡ് എക്സ്പീരിയൻസ്, നിങ്ങളിൽ നിന്നുള്ള പ്രൊമോട്ടേഴ്സുകൾ ആരൊക്കെയാണ് അവരുടെയൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. നിങ്ങളെ സഹായിച്ച അഡ്വൈസ് ആരാണ് അവരെ ഉൾപ്പെടുത്താം.
ഇതുപോലെ ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാക്കണം. നല്ല ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാക്കണം. ഏറ്റവും ടോപ്പ് ലെവൽ നിങ്ങൾ തന്നെ ആയിരിക്കണം അല്ലെ? നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ലേ? കല്യാണിനെ പോലെ, യൂസഫ് അലിയെ പോലെ, അല്ലെ, യുവാൻ എറിക്കിനെ പോലെ, ബിൽഗേറ്റിനെ പോലെ, അങ്ങനെയല്ലേ നിങ്ങൾ ഓരോരുത്തർ ആഗ്രഹിക്കുന്നത് അല്ലെ? അത്ര വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിന്റെ ടോപ്പിലേക്ക് നിങ്ങളുടെ പേര് അബ്ദുൽ സമദ്, മുഹമ്മദ് റാഫി, സജീവ് റെഡ്ഡി, ഇങ്ങനെയൊക്കെ ഒരു പേരുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ അതിന് അണ്ടറിൽ 3 മാനേജർ, ഒന്ന് ജനറൽ മാനേജർ, പിന്നെ അടുത്തത് വേറെ ഏതൊക്കെയാണ് സെക്ഷൻ എങ്കിൽ ആ ഒരു സെക്ഷന്റെ ചാർട്ടുകൾ എങ്ങനെ ഓരോന്ന് ഡൗൺ ഏറ്റവും താഴെ എംപ്ലോയീസുകളൊക്കെ എന്ന രീതിയിലേക്ക് ഒരു ചാർട്ടൊക്കെ തയ്യാറാക്കിയിട്ട് ഈ ഒരു ഫയൽ തയ്യാറാക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷനിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഓർഗനൈസേഷൻ ചാർട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തയ്യാറാക്കി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എന്താണ്? സ്റ്റാർട്ടപ്പ് എക്സ്പെൻസസ് ആണ്. സ്റ്റാർട്ടപ്പ് എക്സ്പെൻസസ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ 7ാമത്തെ സ്റ്റേജ് പറയുന്നത് അതാണ്. സ്റ്റാർട്ടപ്പ് എക്സ്പെൻസസ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ സെക്ഷനിൽ നമ്മൾ എന്താ കാണിക്കുന്നത്? ഡീറ്റെയിൽസ് ദ എക്സ്പെൻസസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഓപ്പണിംഗ് ഫോർ ബിസിനസ് ആൻഡ് ഹൗ മച്ച് ക്യാപിറ്റൽ യു വിൽ നീഡ്. എത്ര തുകയാണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു ബിസിനസിന്റെ ആരംഭത്തിലും അതിന് തുടർന്ന് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടി വരിക എന്നുള്ളതിന്റെ ഒരു എസ്റ്റിമേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ തയ്യാറാക്കണം. അതിന് 2ആയിട്ട് തരംതിരിക്കും. ഒന്ന് സ്റ്റാർട്ടപ്പ് എക്സ്പെൻസും എന്നും മറ്റൊന്ന് ഓപ്പണിംഗ് ഡേ ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. ഒന്ന് സ്റ്റാർട്ടപ്പ് എക്സ്പെൻസ് തയ്യാറാക്കണം, ഒരു ഓപ്പണിംഗ് ഡേ ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. നിങ്ങൾക്ക് അറിയാമല്ലോ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ ഒരു സൈഡിൽ അസറ്റും മറ്റൊരു സൈഡിൽ ലയബിലിറ്റിയും വരണം അല്ലെ? ആ രീതിയിലേക്ക് നിങ്ങൾ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. എല്ലാ പോസിബിൾ ആയിട്ടുള്ള വഴികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളുടെ ചെലവുകളെ നമുക്ക് പല രീതിയിലേക്ക് മാറ്റാം. പല രീതിയിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചതിന് നിങ്ങളുടെ സമയം വളരെയധികം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തിനൊരു വിലയുണ്ട്. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ക്ഷീണം തോന്നിയ നിങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരിക്കും, അതിന് വില കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് സംസാരത്തിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ബിസിനസ് പ്രൊമോട്ടേഴ്സിനെ, ബിസിനസ് കൺസൾട്ടന്റിനെ, ലീഗൽ അഡ്വൈസറെ, സോളിസിറ്ററിനെ, ഇങ്ങനെ പല ആളുകളെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അവർക്കുള്ള കൺസൾട്ടിങ് ചാർജ് അല്ലെങ്കിൽ സിറ്റിംഗ് ചാർജ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രിലിമിനറി എക്സ്പെൻസ് എന്ന പേരിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ചിലവുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ടായിരിക്കാം. പിന്നെ ഒരു വർക്കിംഗ് എക്സ്പെൻസ് അഥവാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടായിരിക്കാം. ഇങ്ങനെ 3 തരം ചെലവുകൾ ഈ സ്റ്റാർട്ടപ്പ് എക്സ്പെൻസിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും. അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടെത്തി അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. ഇപ്പൊ നിങ്ങളുടെ BPRന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കാം. ഫിനാൻഷ്യൽ പ്ലാൻ ഇതൊക്കെ സ്ലൈഡ് കാണുന്നില്ല ഇതില്, കാരണം എന്താ വെച്ചാൽ മൊബൈൽ ആയതുകൊണ്ട്, അതിന്റെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയതുകൊണ്ടായിരിക്കാം. ഫിനാൻഷ്യൽ പ്ലാൻ 8ാമത്തെ പോയിന്റ് ആണ്. ഓർത്തിരിക്കണം നമ്മൾ വന്ന വഴികൾ. നിങ്ങൾ ഒരു നല്ലൊരു BPR തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ടെംപ്ലേറ്റ് ഒരു പുതിയ സ്റ്റാർട്ടപ്പിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ ആദ്യം വേണ്ടത് ഐഡിയ ആണ്. ഐഡിയ കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത് കമ്പനി ഡിസ്ക്രിപ്ഷനുമാണ്. കമ്പനി ഡിസ്ക്രിപ്ഷന് ശേഷം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിന് ഓപ്പറേഷൻ ലെവലിലേക്ക് പോയി. പിന്നെ അതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ അനലൈസ് ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ്? മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്തത് എന്താണ്? ഓപ്പറേഷൻ പ്ലാനും കഴിഞ്ഞു, മാർക്കറ്റ് പ്ലാനും കഴിഞ്ഞു, മാനേജ്മെന്റും ഓർഗനൈസേഷനെയും ഡിസൈഡ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തത് എന്താണ്? സ്റ്റാർട്ടപ്പ് എക്സ്പെൻസ് കണ്ടെത്തി കഴിഞ്ഞു. അതിനുശേഷം ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തയ്യാറാക്കേണ്ടത് 12 മന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രൊജക്ഷൻ ഉണ്ടാക്കണം. ഇതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. 12 മന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രൊജക്ഷൻ ഉണ്ടാക്കണം. 3 ഇയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രൊജക്ഷൻ ഉണ്ടാക്കണം. എന്താ 12 മന്ത്? ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് എത്രമാത്രം വരവ് ചെലവുകൾ ഉണ്ടാക്കും എന്നുള്ളതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും പിന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് 3 വർഷത്തിൽ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം. എപ്പോഴും നമ്മളുടെ ചെലവുകൾ ഒരു 40 to 60 ഇടയിൽ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവരണം. അതിന്റെ പ്രോഫിറ്റ് 40 to 60 ആ രീതിയിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിന് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എത്രയാണ്? 40 to 60. അപ്പൊ ആ ഒരു രീതിയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ പ്രൈസിങ് തീരുമാനിക്കേണ്ടതും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിനെ ചിന്തിച്ചു കാണാൻ ചെയ്യാൻ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാം അറിയുന്നവനായിരിക്കണം ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. നിങ്ങൾ യൂസഫ് അലിയെ കണ്ടിട്ടുണ്ടോ? യൂസഫ് അലിയുടെ ഒരു കമ്പനിയിലേക്ക് ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അയാൾ നേരിട്ടാണ് എംപ്ലോയിനെ എടുക്കുക അല്ലെ? എന്തുകൊണ്ടാണ്? അയാൾ HR ആണ്. ചില സമയത്ത് അയാൾ അഡ്വൈസർ ആണ്, ചില സമയത്ത് കമ്പനി മാനേജർ ആണ്, ചിലപ്പോൾ ഓണർ ആണ്, ചിലപ്പോൾ സാധാരണക്കാരനാണ്.
ചിലപ്പോൾ വീട്ടിലെ ഗൃഹനാഥനാണ്, അല്ലെ, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ്. ഇങ്ങനെ പലതരത്തിലുള്ള റോളുകൾ അയാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? അയാൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. എത്ര GCCയിലെ ഓൾമോസ്റ്റ് രാജ്യങ്ങളിൽ അയാളുടെ ബിസിനസ് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. എന്നാലും അയാൾ കേരളത്തിൽ തുടങ്ങാൻ വളരെ വൈകിയാണ് ബിസിനസ് തുടങ്ങിയത്. കാരണം എന്താണ്? എപ്പോഴെങ്കിലും സൊസൈറ്റിക്ക് എന്നെ ആവശ്യമുണ്ടാവും എന്ന് പറയട്ടെ, എന്നിട്ട് തുടങ്ങാം. അതാണ് ഒരു ഓൺട്രപ്രണറിയൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സമൂഹവും ഇതുപോലെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇന്ന ആളുടെ കുട്ടിയല്ലേ, ഇന്ന കോളേജിൽ പഠിച്ച കുട്ടിയല്ലേ, ഇന്ന ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കുട്ടിയല്ലേ, അവരൊക്കെ കഴിയും ഈ സമൂഹം ഡെവലപ്ഡ് ആക്കാൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കണ്ണടച്ച് നിങ്ങൾ ഡെവലപ്പ് ആക്കാനുള്ള ഐഡിയകൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. സൊസൈറ്റിക്ക് ആവശ്യമുണ്ട്. ചില ജലസുള്ള സൊസൈറ്റികൾ ഉണ്ടായിരിക്കും കേട്ടോ. നന്നാവണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എത്ര കഴിവുണ്ടെങ്കിലും അവര് നിങ്ങളെ കാണില്ല. അങ്ങനെയാണെങ്കിൽ യു വാണ്ട് ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യണം. എങ്ങനെ? ഈ സൊസൈറ്റിയെ ഞാൻ മാറ്റിയെടുക്കും എന്ന് തീരുമാനിക്കാൻ വരണം. അതാണ് ഓൺട്രപ്രണറിയൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കണം, നിങ്ങളുടെ എക്കണോമിക്കൽ സപ്പോർട്ട് നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രില്യന്റ് ഐഡിയകളെ നിങ്ങൾക്ക് തന്നെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നല്ല എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് want to play in different role at different situation. വ്യത്യസ്ത സിറ്റുവേഷനുകൾ അനുസരിച്ച് വ്യത്യസ്ത റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ബ്രില്യന്റ് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ആയിരിക്കണം ബിസിനസ്സിനകത്ത് ആരെ? ഒരു നല്ല ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ഷുഡ് ബി നോ എവ്രിതിങ്, എ ടു സെറ്റ്. ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ എല്ലാം അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ഈ ബിസിനസ് BPR നിങ്ങളെ തയ്യാറാക്കാൻ പഠിപ്പിക്കുന്നത്. ബിസിനസ് ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കാനും മാർക്കറ്റിംഗ് റിസർച്ച് ചെയ്യാനും പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാനും തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യത്തെ വർഷത്തെ 12 മന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് തയ്യാറാക്കുക. പിന്നെ ഒരു 3 വർഷത്തേക്കുള്ള ഒരു പ്രൊജക്ട് പ്ലാൻ തയ്യാറാക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു ക്യാഷ് ഫ്ലോ തയ്യാറാക്കുക. ക്യാഷ് ഫ്ലോ അറിയാവുന്നതാണ് നിങ്ങൾക്ക്, ഫ്ലോ ഓഫ് ക്യാഷിന്റെ പ്രൊജക്ഷൻ ആണ്. പിന്നെ 3 വർഷത്തേക്ക് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തൊരു ക്യാഷ് ഫ്ലോ തയ്യാറാക്കുക. പിന്നെ ഒരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. ബ്രേക്ക് ഈവൻ അനാലിസിസ് നടത്തുക. നിങ്ങളുടെ ക്യാപിറ്റൽ കൺസപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഫിനാൻഷ്യൽ പ്ലാനിൽ ഉണ്ടായിരിക്കണം ഒരു ഗുഡ് BPR-ൽ. ഇത് ചെക്ക് ചെയ്യുന്ന ഫിനാൻഷ്യൽ കൺട്രോളറോ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കൺട്രോളർ ഉണ്ടായിരിക്കാം, ലൈക്ക് AVIC-യിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ബാങ്കിന്റെ ഓംബുഡ്സ്മാൻ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി ഉണ്ട് നമുക്ക് ലോൺ അനുവദിക്കാനുള്ള, അല്ലെ? അവര് എന്ത് ചെയ്യും? അവരിതൊക്കെയാണ് നോക്കുക. നിങ്ങളുടെ 12 മന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, 3 ഇയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ, 3 ഇയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ്ഡ് പ്രൊജക്ട്, ബാലൻസ് ഷീറ്റ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, അതുപോലെ യൂസസ് ഓഫ് ക്യാപിറ്റൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആയി എന്ന് നമുക്ക് പറയാം. ഇനി നമ്മളുടെ നവരത്നങ്ങളിൽ 9ാമത്തേത് പറയുന്നത് അപ്പൻഡിസസ് ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണോ ഇതിന് വേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, നിങ്ങൾ എന്തെങ്കിലും പാറ്റന്റ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ, ട്രേഡ് മാർക്ക് ഉണ്ടോ, അങ്ങനെ അല്ലെങ്കിൽ GI അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ അപ്പൻഡിസിൽ എന്ത് ചെയ്യണം റെഫർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ എൻക്ലോസ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ വേണം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വേണം, ഓണറുടെ റെസ്യൂം വേണം, അല്ലെ? പിന്നെയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഡ്വർടൈസിങ് മീഡിയയെ കുറിച്ച് പറയണം. ഏത് തരം അഡ്വർടൈസ്മെന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അക്കാര്യങ്ങൾ നിങ്ങൾ പറയണം, ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, പിന്നെയോ പബ്ലിക് റിലേഷൻ, ബ്ലൂ പ്രിന്റ് പ്ലാന്, ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്, മാർക്കറ്റ് റിസർച്ച് സ്റ്റഡി, ലിസ്റ്റ് ഓഫ് അസറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതിൽ ഉൾപ്പെടുത്തണം? ഈ ഒരു സംഗതിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം, അപ്പൻഡിസ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ നിങ്ങളുടെ PPR ഫൈനലൈസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? റിഫൈൻ ദ പ്ലാൻ റിഫൈൻ ചെയ്യുക. മോഡിഫൈ യുവർ ബിസിനസ് പ്ലാൻ ഫോർ യുവർ സ്പെസിഫിക് നീഡ്സ്. എങ്ങനെയായിരിക്കണം? ഓഡിയൻസിനനുസരിച്ച്
ഇൻഡസ്ട്രിയിനനുസരിച്ച് സ്പെസിഫിക് നീഡ്സിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ബിസിനസ്സിനെ മോഡിഫൈ ചെയ്യേണ്ടത്, അല്ലെ? അതിനാവശ്യമായിട്ടുള്ള എനി ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, റിഫൈൻ ദി പ്ലാൻ, മോഡിഫൈ യുവർ ബിസിനസ് പ്ലാൻ. ഏതിനനുസരിച്ചായിരിക്കണം? നിങ്ങൾ ആരെയാണ് ലക്ഷ്യമിടുന്നത് അവർക്കനുസരിച്ചാണ് നമ്മൾക്ക് ഈ ഗൈഡ് ലൈൻസ് ഇനി കൊടുക്കേണ്ടത്. അതർവൈസ് വി ക്യാൻ കൺക്ലൂഡ് ദിസ് program here. If you would like to start a retail business, maybe you will start a wholesale business, or you will start a software business, innovative technology based ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ബിസിനസ് ആവാം. അതർവൈസ് പിന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ട്, ഇങ്ങനെയല്ലേ? മാനുഫാക്ചറിങ് ബിസിനസ്സുകളാവാം, സർവീസ് ഓറിയന്റഡ് ബിസിനസ്സുകളാവാം, റീറ്റെയിൽ ബിസിനസ്സുകളാവാം, ഇ കൊമേഴ്സ് ബിസിനസ്സുകളാവാം, സോഫ്റ്റ്വെയർ ബിസിനസ്സുകളാവാം. ഏത് തരത്തിലുള്ള ബിസിനസ്സുകളാണോ, if you want to get any advice or any guidelines, you can start for the refining, the part of refining the plan, നിങ്ങളുടെ പ്ലാനിന് വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണല്ലോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പോർഷൻ, എന്തെങ്കിലും ഡൗട്ട് മീൻസ് അതായത് ഏത് തരം ബിസിനസ് ആണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഓപ്ഷൻ റീറ്റെയിൽ ബിസിനസ്, സോഫ്റ്റ്വെയർ ബിസിനസ്, മാനുഫാക്ചറിങ് ബിസിനസ്, ഇ കൊമേഴ്സ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില അഡ്വൈസുകൾ നമുക്ക് പറയാം. സർവീസ് ഓറിയന്റഡ് ആവാം, ഇ കൊമേഴ്സ് ആവാം, nobody? ഹലോ സാറേ, ആർക്കെങ്കിലും ഏതെങ്കിലും ബിസിനസിനെ കുറിച്ചിട്ട് നമുക്ക് ഇനി എന്തെങ്കിലും ഗൈഡ്ലൈൻസ്? ഇപ്പൊ നമുക്കൊരു ബിസിനസ് പ്രൊജക്ട് ആയി കഴിഞ്ഞു, ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ ടെംപ്ലേറ്റ് ആയി. ഈ ടെംപ്ലേറ്റ് നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് പ്രിന്റ് എടുത്തിട്ട് ഇതാണ് നമ്മൾ ബിസിനസ് പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ BPR ആയിട്ട് കൊടുക്കേണ്ടത്, നമ്മളുടെ ബിസിനസ് ആശയത്തിനനുസരിച്ച്. ഇതാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷന് കൊടുക്കുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ DICക്ക് വേണ്ടി KVICക്ക് വേണ്ടിയിട്ട് എവിടെയാണോ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ നമുക്ക് ആവശ്യപ്പെടുന്നത് ബാങ്കർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ബിസിനസ് ഞാൻ പറഞ്ഞു, നിങ്ങളിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ് ടെംപ്ലേറ്റ് എന്നുണ്ടെങ്കിൽ അതല്ല ബിസിനസ് ടെംപ്ലേറ്റിന്റെ, അത് ബിസിനസ് മോഡലിന് വേണ്ടിയുള്ള ബിസിനസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ഏത് ബിസിനസ് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ഓറിയന്റഡ് ആവാം, റീറ്റെയിൽ ആവാം, മാനുഫാക്ചറിങ് ആവാം, അങ്ങനെ സോഫ്റ്റ്വെയർ ബിസിനസ്സുകളാവാം, ടെക്നോളജി ബേസ്ഡ്, അങ്ങനെ ആണെങ്കിൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. എന്നതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുഴപ്പമില്ലല്ലോ? ഓക്കെ സാർ, ഓക്കെ. അപ്പൊ ഏതാ വേണ്ടത്? ഒരു സോഫ്റ്റ്വെയർ ബിസിനസ് ആവാം, അല്ലെ? അല്ലേ, സോഫ്റ്റ്വെയർ ബിസിനസ് ആവാം, അല്ലേ മേഡം? അവര് മാനുഫാക്ചറിങ് ബിസിനസ് എന്നൊക്കെ കുട്ടികൾ ടെക്സ്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചെയ്യാം. മാനുഫാക്ചറിങ്, ഓക്കെ. മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്ത് ചോദിച്ചാൽ, നിങ്ങളുടെ ഓപ്പറേഷൻ, ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ നിങ്ങൾ അതിൻ്റെ കീ നോട്ട്സിൽ അക്കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് രീതിയിലുള്ള ഓപ്പറേഷനാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, റീസെന്റ് നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടെക്നോളജികൾ, അത് ഇന്ത്യക്കുള്ളത് ആകട്ടെ ഇന്ത്യക്ക് പുറത്തുള്ള ടെക്നോളജികളാവട്ടെ, നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത് അതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ പക്ഷെ അവിടെ ഒരു കാര്യം നോക്കേണ്ടത് നിങ്ങളുടെ ഫിനാൻസ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റ് നോക്കണം. അതിൽ നിങ്ങൾക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, ഇമ്പോർട്ട് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ത്യയിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണം. ഏത് തരത്തിലുള്ള മാനുഫാക്ചറിങ്, പിന്നെ ഉപകരണങ്ങൾ, ഇക്വിപ്മെന്റ്സുകൾ അല്ലെങ്കിൽ മെഷീനറികൾ,
നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേരളത്തിലെ തൃശ്ശൂരുണ്ട് അഗ്രോ പാർക്ക് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ മേഖലകൾക്കും അനുബന്ധ മേഖലകൾക്കും ആവശ്യമായിട്ടുള്ള തൃശ്ശൂരുള്ള അഗ്രികൾച്ചർ പാർക്കിൽ പോയാൽ എല്ലാത്തരം ഉപകരണങ്ങളും നിങ്ങൾക്ക് കിട്ടും. ആ ഉപകരണങ്ങൾ നിങ്ങൾക്ക് 50% സബ്സിഡിയോട് കൂടിയിട്ട് നബാർഡിന്റെയും ഗവൺമെന്റിന്റെയും സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് കൈപ്പറ്റാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തെ ഒരു പ്രൊഡക്റ്റ് ആക്കണം എന്ന് പറഞ്ഞല്ലോ ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇൻക്യുബേഷൻ ഫെസിലിറ്റീസും ഉണ്ട്. ആ ഇൻക്യുബേഷൻ ഫെസിലിറ്റീസുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പെർ ഡേ 3000 റുപ്പീസ് ആകെ വരുന്നുള്ളൂ. പെർ ഡേ 3000 റുപ്പീസ്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള റോ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അതിനുള്ള ഫെസിലിറ്റേഷനും അവർ ചെയ്തു തരും. പക്ഷെ അതിനുള്ള റോ മെറ്റീരിയൽസിന്റെ ചെലവും നിങ്ങൾക്ക് ആവശ്യമായ സ്റ്റാഫ് ഇല്ല എങ്കിൽ അതിനുള്ള സ്റ്റാഫും അവർ നൽകും. ആ ഒരു സ്റ്റാഫിന് പെർ ഡേ ഒരു 700 to 900 ആണ് റേറ്റ് വരുന്നത്. അവർക്കുള്ള ആ തുക ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ചെറിയൊരു ബില്ല് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സ്വപ്നത്തിലുള്ള പ്രൊഡക്റ്റ് ഫൈനലി ഏതുവരെയുള്ളത് അതായത് പാക്കിംഗ് വരെയുള്ള, ബ്രാൻഡിങ് ആൻഡ് പാക്കിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളോട് കൂടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ യു ക്യാൻ പ്രൊസീഡ്, നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിക്കൊണ്ട്. മനസ്സിലായോ? അപ്പൊ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നില്ല. ഇനി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ലൊക്കേഷൻ നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് അതിനാവശ്യമായുള്ള പ്ലാന്റ് നോക്കണം, അതിനുള്ള സൈറ്റ് നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം. റോ മെറ്റീരിയൽ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ, മാനേജ് ഇൻവെന്ററി ലെവൽ, സപ്ലൈ ചെയിൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇനിയും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കിൻഫ്ര പാർക്കുകൾ, അതുപോലെ സോഫ്റ്റ്വെയർ രീതിയിലുള്ള മാനുഫാക്ചറിങ് ആണെങ്കിൽ ഇൻഫോ പാർക്കുകൾ, IT പാർക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ തരും. അവിടെ നിങ്ങൾക്ക് സ്പേസിനാണ് റേറ്റ്, അതിനുള്ള റെന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാം. കൂടാതെ ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ ബിസിനസ്സുകൾ, നാനോ അണ്ടറിലാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാം. അതിന് മുകളിലേക്ക്, അതായത് 5 lakhന് എബോ ആണെങ്കിൽ നിങ്ങൾക്ക് റൂം എടുത്തിട്ട് ചെയ്യാം. റൂം എടുത്ത് ചെയ്യുമ്പോഴും 3 വർഷം വരെ MSMEയുടെ അണ്ടറിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമില്ല. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. FASSI എന്നൊക്കെ പറയുന്ന ചില ഫുഡ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ചില നിസ്സാരമായിട്ടുള്ള 4 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ആ 4 സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് മാനുഫാക്ചർ ചെയ്തുകൊണ്ട് തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ഓൾമോസ്റ്റ് ഐ തിങ്ക് എന്താ പറയുന്നത്, ഫിൽ ഐ നൗ ദാറ്റ് യു ആർ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് നൗ. Remove to go back. Complete the executive summary. Work with the mentor to review, refine your plan. Once again, I remind you, നിങ്ങൾ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ്. റിമൂവ് ടു ഗോ ബാക്ക്. അഗെയിൻ ബാക്കിലേക്ക് പോകാം. Again. This is the first step for your long journey. നിങ്ങളുടെ ലോങ് ജേണിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. സോ ഗോ ബാക്ക്, എങ്ങോട്ട്, പുറകോട്ടേക്ക് പോകാം. യു ക്യാൻ സീ യുവർ എക്സിക്യൂട്ടീവ് സമ്മറി. നിങ്ങളുടെ എക്സിക്യൂട്ടീവ് സമ്മറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അഗെയിൻ റീഡ്, വീണ്ടും വായിക്കുക. വർക്ക് വിത്ത് മെന്റർ ടു റിവ്യൂ, എന്നിട്ട് നല്ലൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. റിഫൈൻ യുവർ പ്ലാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ. ഓക്കെ സാർ, ഒരു ഡൗട്ട്, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ചാറ്റ് ബോക്സിൽ. കേരളത്തിൽ മാനുഫാക്ചറിങ് ബിസിനസിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു സ്റ്റുഡന്റ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തില് എന്നല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മാനുഫാക്ചറിങ് ഫെസിലിറ്റി സ്കോപ്പ് ഉണ്ട്. കേരളത്തിൽ നമ്മൾ അതിന്റെ സാധ്യതകൾ കാണാത്തതാണ് ബുദ്ധിമുട്ടായി വരുന്നത്. മാത്രമല്ല, നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കേരളം നേരിടുന്നില്ല. മാധ്യമങ്ങൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരു ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, മാറി വരുന്ന ഒരു ഗവൺമെന്റ്, അത് നമുക്കറിയാം. ഒരു ബിസിനസ് എപ്പോഴും ഡിപ്പെൻഡ് ആയിരിക്കും എങ്ങനെ, ഗവൺമെന്റുമായിട്ട്, റെഗുലേഷൻസ്, അതുപോലെ തന്നെ സോഷ്യൽ ഒബ്ലിഗേഷൻസ്, ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ പറയുന്നു, ഇഫ് യു ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയാസ്, നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയകൾ ഉണ്ടെങ്കിൽ
ഒരു കോൺസൈസ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അങ്ങനെ അതിന് റിയലിസ്റ്റിക് ഉണ്ടെങ്കിൽ, സക്സസ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്കോപ്പ് വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സൈറ്റ്, ലൊക്കേഷൻ, ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ലീഗലി നമ്മളിപ്പോ ആ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തെ എങ്ങനെയാക്കുന്നു ടു ട്രാൻസ്ഫോമിങ് ദി ഓൺട്രപ്രണറിയൽ സൊസൈറ്റി ആക്കി മാറ്റാൻ ഉള്ള ഒരു ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത്. എങ്ങനെയാണ് ട്രാൻസ്ഫോമിങ് ടു ഓൺട്രപ്രണറിയൽ സൊസൈറ്റി ആക്കി മാറ്റാൻ, ഒരു സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു സമൂഹത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ്. അപ്പൊ മാനുഫാക്ചറിങ്ങിനും ഇൻക്ലൂഡിങ് മാനുഫാക്ചറിങ്ങിനും വളരെ വലിയ സാധ്യതയാണുള്ളത്. പിന്നെ മാത്രമല്ല അത് ചെറിയ രീതിയിലും വലിയ രീതിയിലേക്കൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് ബിസിനസ് തലങ്ങളിൽ വളരെ വലിയ ഒരു ലിബറലൈസ്ഡ് പോളിസികൾ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കോവിഡ് പശ്ചാത്തലത്തില് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന് വേണ്ടി 14,000 കോടി രൂപയാണ് പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയുക്തപ്പെടുത്താം. നല്ല ബിസിനസ് പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KVICയുടെയും അതുപോലെ തന്നെ ഖാദി ബോർഡിന്റെയും അണ്ടറിലാണ് നമ്മൾ ഇതൊക്കെ അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു ബിസിനസ് വെബ്സൈറ്റിൽ നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ DICയിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് നിങ്ങൾ ഒരു ടെക്നോളജിയാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം, രജിസ്റ്റർ ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളെ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡെസ്ക് ഫെസിലിറ്റി ഒരുക്കും ഡിസ്കഷന് വേണ്ടിയിട്ട്. പിന്നെ അക്കാര്യങ്ങൾ ചെയ്ത് നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം. കൂടാതെ എന്താ പറയുന്നത്, കോഴിക്കോടുണ്ട് എന്താ പറയാ നിധി എന്നാണ് അതിന്റെ പേര്, ഷോർട്ട് പേര്, ഫുൾ നെയിം ഞാൻ ഓർക്കുന്നില്ല. അതിലൂടെ നമുക്ക് ഇത്തരത്തിലുണ്ടാകുന്ന സ്റ്റാർട്ടപ്പുകൾക്ക്, പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ഇൻവെൻഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള, അതായത് എഞ്ചിനീയറിംഗ് IT ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും വലിയ ഒരു 1 crore വരെ തന്നെയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകാൻ തയ്യാറായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, എനി അതർ ഡൗട്ട്? കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആണല്ലോ നിങ്ങൾ ആൻസറിൽ? ആൻസർ ഓക്കെ ആണല്ലോ? ഓക്കെ, ഓക്കെ സർ. എനിക്കൊന്ന് നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാന്ന് തോന്നുന്നു. ഡൗട്ട്സ് ഒന്നും ഇനി കുട്ടികളൊന്നും ചോദിച്ചിട്ടില്ല. So I think we can wind up the session, and first of all I would like to thank Shivaprakash sir for spending valuable time for our students. On behalf of MES Kalladi College, let me thank you sir so much. And I would like to thank our students who patiently listened to the session till the end, and thank you so much. And I would like to thank all my faculties and my technical who gave the technical support, and all the teachers who helped behind the webinar. And I think this session was very effective, and sir highlighted very basic details in a very simple and effective way. Children could able to get the points, I think so. And just like principal said, we would invite more practical sessions after the COVID this classes reopens. We'll see for more workshop in related startup and related topics, entrepreneurial topics. Thank you so much, sir. Thank you. Thank you so much. I Welcome. think And if you want to these documents, I think the slide you poor maybe, I think you cannot see more and better. So I would like to sharing. If you want to send me your email ID, I will send the original copy for the all details. Okay, sir. Sure, sir. Okay. Thank you so much. Okay. Thank you.